ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. iPlus ട്രെയിനിങ് സൊല്യൂഷൻസിന്റെ പുതിയ ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വിഷ്ണു പുഷ്പരാജ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ കോപ്പറേറ്റീവ് ലോന്റെ PYQ 1087/2026 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. കാരണം നമുക്ക് ഇപ്പൊ തന്നെ നല്ല ഒരു ശമ്പള പരിഷ്കരണം ഒക്കെ ഉടനെ വരാനുണ്ട്. നിലവിൽ ഇപ്പൊ നമുക്ക് 128% നമ്മുടെ ബേസിക് പേയിലെ അതിന് 128% DA ഉണ്ട്, 10% HRA ഒക്കെ ഉണ്ട്. ഇപ്പൊ എല്ലാവരും നന്നായിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ പഠിക്കുക. പുതിയ നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട് അല്ലെ, നല്ല നല്ല ബാങ്കുകളൊക്കെ അവിടെ വെച്ചിട്ടുമുണ്ട്. ഒരുപാട് പരീക്ഷകളും ഉണ്ട്. നമുക്ക് അസിസ്റ്റന്റ് സെക്രട്ടറി പരീക്ഷ എഴുതാം, ജൂനിയർ ക്ലർക്കിന്റെ 3 പരീക്ഷകൾ നമുക്ക് എഴുതാൻ പറ്റുന്നുണ്ട്. മാക്സിമം പരീക്ഷകൾ എഴുതുക, മാക്സിമം നന്നായിട്ട് നമ്മൾ പഠിക്കുക. നമ്മൾ കൂടുതലും നമ്മുടെ ഒരു സക്സസ് എന്ന് പറയുന്നത്, നമ്മൾ വിജയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലിയല്ലേ സക്സസ് എന്ന് പറഞ്ഞാൽ, അവിടെ കുറെ അധികം ഇക്വേഷൻസ് ഉണ്ട്. നമ്മുടെ ഹാർഡ് വർക്കിന്റെ കാര്യങ്ങൾ വരുന്നുണ്ട്, നമ്മുടെ സ്മാർട്ട് വർക്ക് വരുന്നുണ്ട്. അപ്പൊ 100-ല് ഈ ഒരു പഠിക്കുന്ന കുട്ടികൾ ഒരു 80% ആൾക്കാരും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഈ സ്മാർട്ട് വർക്കിലേക്ക് പോകുന്നില്ല. ഈ സ്മാർട്ട് വർക്കിലേക്ക് കൂടെ പോയെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ആ ഒരു ലെവലിലേക്ക് എത്തുകയുള്ളൂ. അതാണ് നിങ്ങൾ ചിലപ്പോൾ 2-3 മാർക്കിനൊക്കെ നിങ്ങൾ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോകുന്നത്. ഈ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ ഉൾപ്പെടുമെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കണ്ടേ അല്ലെ. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാതെ സ്മാർട്ട് വർക്ക് കൊണ്ട് മാത്രം കാര്യമില്ല. കാര്യങ്ങൾ വിശദമായിട്ട് നമ്മൾ കണ്ടന്റുകൾ പഠിക്കണം. നമ്മുടെ പുസ്തകത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ തന്നിട്ടുള്ള സിലബസ് പ്രകാരമുള്ള കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കണം. അടുത്ത് നമ്മൾ പ്രോപ്പറായിട്ട് സ്മാർട്ട് വർക്ക് കൂടി ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ, വേണ്ടെന്നല്ല, ഹാർഡ് വർക്ക് വേണം, അതാണ് മെയിൻ. പിന്നെ നമ്മൾ സ്മാർട്ട് വർക്ക് കൂടി ചെയ്യണം. സ്മാർട്ട് വർക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുള്ളൂ, എന്തൊക്കെയായിരിക്കും? പ്രോപ്പറായിട്ട് കണ്ടന്റ് നമ്മൾ പഠിച്ചിരിക്കണം. അതിന് നമ്മൾ കുറച്ചധികം സമയം കണ്ടെത്തി കണ്ടന്റ് പഠിക്കണം. അത് മാത്രം മതിയോ? അല്ല, പ്രോപ്പറായിട്ട് നമ്മൾ റിവിഷൻ ചെയ്യണം. പഠിച്ച കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ റിവിഷൻ ചെയ്യണം എന്ന് ഓർത്ത് ചെയ്യുക. നമ്മൾ വീക്കിലി 5 ദിവസം പഠിക്കുക, 2 ദിവസം നമ്മൾ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഇത് എത്രത്തോളം പ്രാധാന്യമുണ്ട്. പിന്നെ നമുക്ക് നല്ലൊരു സ്റ്റഡി പ്ലാൻ നമുക്ക് വേണം അല്ലെ. ഒരു സ്റ്റഡി പ്ലാൻ നമുക്ക് വേണം. എന്താണ് സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ? ചില കുട്ടികൾ ചോദിക്കും, പറയും സാറേ ഞാൻ ഡെയിലി ഇന്ന് ഞാൻ കോപ്പറേറ്റീവ് ലോ പഠിച്ചു, നാളെ ഞാൻ കോർപ്പറേഷൻ പഠിക്കും, മറ്റന്നാൾ ഞാൻ അക്കൗണ്ടൻസി പഠിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയാണ്. നമ്മൾ എല്ലാ ദിവസവും എല്ലാം പഠിക്കണം. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ ദിവസവും നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കണം. അല്ലാതെ ഒരു കാര്യം മാത്രം പഠിച്ചിട്ട് കാര്യമില്ല. ചില കുട്ടികളുണ്ട്, ചില ദിവസം അക്കൗണ്ടൻസി മാത്രമേ പഠിക്കുകയുള്ളൂ, ചില ദിവസം ബാങ്കിങ്. അങ്ങനെയല്ല, എല്ലാ ദിവസവും എല്ലാം പഠിക്കണം. എല്ലാം കുറേശ്ശെ പഠിക്കണമെന്നേ, കുറച്ച് നമ്മൾ പഠിക്കണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോറടി ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ പകുതി കുട്ടികളും കോപ്പറേറ്റീവ് അത്ര താല്പര്യമില്ല. ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ കോപ്പറേറ്റീവ് ലോ വായിച്ചുകൊണ്ടിരുന്നാൽ നമ്മളെല്ലാം മനുഷ്യന്മാരല്ല, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ബോറടിക്കും. പിന്നെ പഠനത്തില് നമ്മൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പഠനത്തിന് നമ്മൾ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണം. അത് എല്ലാത്തിനും അങ്ങനെ, സമയത്തിനാണെങ്കിൽ എല്ലാം ബാലൻസ് ചെയ്തിട്ട് പഠനമാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ നമുക്ക് വരുന്ന മെയിൻ പ്രശ്നം, ഞാനിത് പറയാൻ കാരണം കുറെ കുട്ടികളോട് ഇന്ററാക്ട് ചെയ്തപ്പോൾ അവരെന്ന് മനസ്സിലായതാണ്. പിന്നെ ചില കുട്ടികൾ അവർക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ മാത്സൊന്നും ഇഷ്ടമില്ല. സാറേ ഞങ്ങൾക്ക് സബ്ജക്റ്റ് കുഴപ്പമില്ല, ഇംഗ്ലീഷ് അത്ര സുഖമില്ല, അല്ലെ മാത്സ് അത്ര സുഖമില്ല എന്നൊരു ചിന്താഗതിക്കാരുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പഠിക്കാറില്ല. പൊതുവെ ഇത് കേൾക്കുന്നത് GK പൊതുവെ കുട്ടികൾ പറഞ്ഞ സാറേ GK ബുദ്ധിമുട്ടാണ്, GK ഇഷ്ടമില്ല, അതുകൊണ്ട് ഞാൻ അതൊന്നും പഠിക്കുന്നില്ല, അങ്ങനെ ഒഴിവാക്കുന്നവരും ഉണ്ട്. മക്കളെ, ഒരു കാരണവശാലും നമ്മളങ്ങനെ ഒഴിവാക്കല്. നമുക്ക് ബുദ്ധിമുട്ട് ഏറിയ അല്ലെങ്കിൽ പ്രയാസമേറിയ സബ്ജക്റ്റിന് നമ്മൾ കൂടുതൽ സമയം കണ്ടെത്തണം. ക്ലിയർ ആയോ? പ്രയാസമേറിയ സബ്ജക്റ്റ് ഏതാണോ അതിന് കൂടുതൽ സമയം കണ്ടെത്തി അതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് അതങ്ങ് പഠിച്ചേക്കുക. നമ്മുടെ സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ വീക്ക് ആയിട്ടുള്ള എല്ലാവർക്കും ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് വീക്ക് ആയിരിക്കും. എല്ലാവർക്കും എല്ലാം സിമ്പിൾ ആയിരിക്കണമെന്നോ അല്ലെങ്കിൽ എല്ലാ സബ്ജക്റ്റുകളും എല്ലാവരുടെയും സ്ട്രോങ് ആയിരിക്കണമെന്നൊരു നിർബന്ധമില്ല. അപ്പൊ വീക്ക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കുക, സ്ട്രോങ് ആയിട്ടുള്ളതിനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ വേണം, നല്ലൊരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ. പിന്നെ നിങ്ങൾ മോഡൽ എക്സാംസുകൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. അതിൻ്റെ നമുക്ക് എന്താണ്, ഒരു എക്സംഷനും ഇല്ല. മോഡൽ എക്സാംസ് എഴുതി നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ PYQ പ്രോപ്പറായിട്ട് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വരും. നമ്മളൊരു 10-20 ദിവസം ഈ ഒരു രീതിയിലേക്കൊക്കെ പോകുമ്പോഴേ, ഒരു നല്ല സ്റ്റഡി പ്ലാൻ വെച്ച് ഈ രീതിയിലേക്ക് ഒരു 20 ദിവസമൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അവ നമ്മുടെ ജീവിതചര്യയായി മാറും അല്ലേ, ദിനചര്യയായി മാറും. സോ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ താളത്തിലേക്ക് അങ്ങ് വരികയാണ്.
അപ്പൊ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ആണ് കൂടുതൽ ആൾക്കാർക്കും ഫേസ് ചെയ്യുന്നത്. സോ നമ്മൾ നന്നായിട്ട് പഠിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും അല്ലെ. നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പേപ്പറുകൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം എവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരിക, അടുത്ത പരീക്ഷയ്ക്ക് ഏത് മേഖലയിൽ നിന്ന് വരുമെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. ശരിയല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളത്? എന്തെങ്കിലും മിസ്റ്റേക്ക് ഇതുണ്ടോ? കറക്റ്റ് ആണ്. കാരണം നിലവിൽ ചോദിച്ചിട്ടുള്ള നമ്മുടെ 100 മാർക്കിനാക്കിയതിനു ശേഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പ്രോപ്പറായിട്ട് അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ അനലൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാവും ഇത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് ഓക്കെ ഈ ഏരിയയിൽ നിന്നായിരിക്കും ഇവരുടെ ഇഷ്ട മേഖല. കിട്ടിയില്ലേ അല്ലെ? നല്ല രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടെ തന്നെ അത് പഠിച്ചാൽ തന്നെ കുറച്ച് നമുക്ക് നല്ല മാർക്കുകൾ അവിടെ സ്കോർ ചെയ്യാൻ പറ്റും എന്ന് ഓർത്ത് വെച്ചേക്കും. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അങ്ങ് പഠിച്ചേക്കാന്നേ. ഇച്ചിരി സമയം എടുത്തോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഒരു ക്വസ്റ്റ്യൻ വായിച്ചു, എഴുതി കാണാതെ പഠിക്കുന്നു, കഴിഞ്ഞു. അങ്ങനെയല്ല. ഒരു ക്വസ്റ്റ്യൻ വായിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ ബാക്കി കാര്യങ്ങൾ കൂടെ നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചേക്കുക. ക്ലിയർ അല്ലേ? ഞാൻ അധികം സമയം കളയുന്നില്ല, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പറഞ്ഞു തരാം ബാക്കി കാര്യങ്ങൾ. നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, നല്ല ക്വസ്റ്റ്യൻ. സബ്സ്റ്റാൻറ്റീവ് വേക്കൻസീസ് ഇൻ ദ പോസ്റ്റ് ഓഫ് ദി ക്ലർക്ക് ഇൻ ദ സൊസൈറ്റി falling under classes dash of appendix 3 of KCS rule. Appendix 3 of KCS rules shall be filled up by promotion and direct recruitment. Promotion and direct recruitment in the ratio of 1:2 ആണ്. അപ്പൊ ആദ്യം അപ്പൻഡിക്സ് 3 എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് നമ്മുടെ സംസ്ഥാനത്തെ സഹകരണ ബാങ്കുകളെ ക്ലാസിഫൈ ചെയ്യുന്ന കാര്യമാണ് പറയുക. അപ്പൻഡിക്സ് ചട്ടവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൻഡിക്സ് 1 പറഞ്ഞ എന്താണ്? ആ രജിസ്റ്റേഴ്സ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ SCU ആൻഡ് CCU. സംസ്ഥാന സഹകരണ യൂണിയനും സർക്കിൾ സഹകരണ യൂണിയനും മെയിൻറ്റെയിൻ ചെയ്യേണ്ട രജിസ്റ്ററുകളെ കുറിച്ചാണ് അപ്പൻഡിക്സ് 1 പറയുന്നത്. അപ്പൻഡിക്സ് 2 പറയുന്നത് ഫോമുകളെ കുറിച്ചാണ്. 39ഓളം ഫോമുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതെല്ലാം നമുക്ക് പഠിക്കണ്ട. അപ്പൻഡിക്സ് 3 ഗവൺമെന്റ് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. അവിടെ ഗവൺമെന്റ് കേരളത്തിലെ സംഘങ്ങളെ എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ ചെയ്യുക അല്ലെ? നമുക്കറിയാം ഏറ്റവും ടോപ്പിൽ വരുന്ന ബാങ്കുകളെ ഏത് ഗണത്തിൽ പെടുത്തൂടെ? സൂപ്പർ ഗ്രേഡ് ബാങ്കിന്റെ ഗണത്തിൽ പെടുത്തും. ക്ലിയർ ആയോ? ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് 18,300 സ്റ്റാർട്ടിംഗ് സാലറി വരുന്നത്. ഇതാണ് നമ്മുടെ ബേസിക് പേ കേട്ടോ. ഇതിന്റെ കൂടെ ബേസിക് പേയുടെ 128% DAയും 10% HRIയും കിട്ടും. അതാണ് നിൽക്കട്ടെ, അത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. രണ്ടാമത് വരുന്നതാണ് സ്പെഷ്യൽ ഗ്രേഡ് അല്ലെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് എന്ന് പറയാം. ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്. പിന്നെ നമ്മൾ പറയുന്ന മൂന്നാമത് വരുന്നതാണ് ക്ലാസ് 1 സംഘങ്ങൾ. പിന്നെ നമുക്ക് നാലാമത് വരുന്നതാണ് ക്ലാസ് 2 സംഘങ്ങൾ. പിന്നെ അഞ്ചാമത് വരുന്നതാണ് ഏത്? ക്ലാസ് 3 സംഘങ്ങൾ. ആറാമത് വരുന്നതാണ് എന്ന് പറയാം ക്ലാസ് 4, പിന്നെ ക്ലാസ് 5, ക്ലാസ് 6, ക്ലാസ് 7. ഇത്രയും സംഘങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത്. സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3, ക്ലാസ് 4, ക്ലാസ് 5, ക്ലാസ് 6, ക്ലാസ് 7. അവിടെ ഇവർ പറയുകയാണ് നമ്മുടെ ഒരു വ്യത്യാസം വരികയാണ്. ക്ലാസ് 1 വരെ ഒരു ക്ലാസിഫിക്കേഷനും അതിനുശേഷം ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ളതിന് മറ്റൊരു ക്ലാസിഫിക്കേഷൻ അല്ലെ? അപ്പൊ ഇത് ഗവൺമെന്റിന്റെ ക്ലാസിഫിക്കേഷനാണ്. ഇനി രജിസ്ട്രാറിന്റെ ക്ലാസിഫിക്കേഷൻ ഉണ്ട് അല്ലെ? ഇത് ഗവൺമെന്റ് ക്ലാസിഫിക്കേഷൻ ആണ്. ഇനി ഇവിടെ രജിസ്ട്രാറിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ഏത് പ്രകാരമാണോ? ആ റൂള് 15 പ്രകാരം 13 ടൈപ്പായിട്ട് അദ്ദേഹം ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്നും കൂടെ ഉണ്ട്. അടുത്ത ഏതാ? ഓഡിറ്ററിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലെ? ഇവരുടെ ക്ലാസിഫൈ ചെയ്ത് സംഘത്തിലെ പലതാക്കുന്നു അല്ലെ? രജിസ്ട്രാർ റൂള് 15 പ്രകാരം 13. പിന്നെ നമ്മൾ പറഞ്ഞു അപ്പൻഡിക്സ് 3 പ്രകാരം ഗവൺമെന്റിന്റെ വരുന്നുണ്ട്. പിന്നെ ഓഡിറ്റർ 4 ക്ലാസ് ഗ്രേഡ് വെച്ച് അല്ലെ? ഓഡിറ്റ് സർട്ടിഫിക്കറ്റില് AAB അങ്ങനെ വ്യത്യസ്തമായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ചോദ്യം ഇതാണ്, ഈ വേക്കൻസികൾ ഇപ്പൊ നമ്മുടെ ഒരു സഹകരണ ബാങ്കില് അല്ലെങ്കിൽ ഇപ്പൊ ഒരു സഹകരണ സംഘത്തില് അവിടെ ഇപ്പൊ നോക്കി ഇതിലേക്ക് പോവാം. ക്ലാസ് 1 മുതൽ ക്ലാസ് 4 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ, ക്ലാസ് 1 സംഘത്തില് ഇപ്പൊ ഇവിടെ ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് വേക്കൻസി വരികയാണെങ്കിൽ അവിടെ നമ്മൾ സാധാരണ ഒന്നെങ്കിൽ CSEB വഴിയായിരിക്കും അപ്പോയിന്റ്മെന്റ് നടത്തുക അല്ലെ? അല്ലെങ്കിൽ നിലവിൽ അവിടെ നമ്മുടെ പിയൂൺ തസ്തികയിൽ, അതായത് നമ്മുടെ പിയൂണായിട്ടോ അറ്റൻഡറായിട്ടോ വർക്ക് ചെയ്യുന്നവർക്ക് ചില സാഹചര്യങ്ങളിൽ പ്രൊമോഷൻ കൊടുക്കാറുണ്ട്. അത് ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രൊമോഷൻ കൊടുക്കുന്നത്, എങ്ങനെയാണ് CSEB ബോർഡ് വഴി വിളിക്കുന്നതാണ് ചോദ്യം അല്ലെ? അപ്പൊ നോക്കിയേ, ഞാൻ ഇതിലേക്കാണ് പോകുന്നത്. സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1 കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഈ ബാങ്കുകൾ ഏതിലെങ്കിലും ഒരു ജൂനിയർ ക്ലർക്കിന്റെ തസ്തിക വേക്കൻസി വരുന്നു.
അപ്പോൾ അവിടെ പ്രൊമോഷൻ കൊടുക്കണോ അതോ ഡയറക്റ്റ് ആയിട്ട് CSEB വഴി റിക്രൂട്ട് ചെയ്യണോ നോക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ അവിടെ നോക്കും. നിലവില് നമുക്കറിയാം, ഇപ്പൊ ഒരാൾക്ക് പ്രൊമോഷൻ കൊടുത്തു, ഒരു പിയൂൺ അല്ലെങ്കിൽ അറ്റൻഡർ ആയിട്ടുള്ള ഒരാൾക്ക് ജൂനിയർ ക്ലർക്കായിട്ട് പ്രൊമോഷൻ കൊടുത്തെങ്കിൽ ഇനി അടുത്ത അവിടെയുള്ള നമ്മുടെ അറ്റൻഡർക്കോ പിയൂണിനോ പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ 4 പേരെ CSEB ബോർഡ് വഴി റിക്രൂട്ട് ചെയ്യണം. 1:4 ആണ്. സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1 വരെ നമ്മൾ 1:4. ഒരാൾക്ക് പ്രൊമോഷൻ കൊടുത്തെങ്കിൽ അടുത്ത 4 പേരെ എന്ത് ചെയ്തിരിക്കണം, CSEB ബോർഡ് വഴി കൊണ്ടുവരണം. പിന്നെ അവിടെ വീണ്ടും അടുത്ത വേക്കൻസി അല്ലെ, നമ്മൾ ഓൾറെഡി ഒരാൾക്ക് പ്രൊമോഷൻ കൊടുത്തു, 4 പേരെ CSEB വഴി കൊണ്ടുവന്നു. ഇനി വീണ്ടും അവിടെ ജൂനിയർ ക്ലർക്കിന്റെ അവിടെ വേക്കൻസി വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 1:4 അല്ലേ, അത് നമുക്ക് പ്രൊമോഷൻ കൊടുക്കാം. പിന്നെ 4 പേര് CSEB ബോർഡ്, അടുത്ത ആൾ വരുമ്പോൾ പ്രൊമോഷൻ. ഇങ്ങനെയാണ് സാഹചര്യം. 1:4 ആണ് നിലവിൽ. നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു, ഇവിടെ എല്ലായിടത്തും 1:4 ആയിരുന്നു. എങ്കില് എന്റെ റാവേ ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ ഒരു അമെന്റ്മെന്റ് കൊണ്ടു. നമ്മുടെ ചട്ടത്തില് എന്ത് സംഭവിച്ചു, ചട്ടത്തില് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ട് അവിടെ ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള സംഘങ്ങൾക്ക് അവിടെ ചെറിയൊരു ഇളവ് കൊടുത്തു എന്ന് പറയാം. കാരണം അവര് 1:4 അനുപാതം നോക്കണ്ട, അവരിനി ഏത് അനുപാതം നോക്കിയാൽ മതി. അവിടെ പറയുന്നുണ്ട് അവരിനി 1:2 അനുപാതം നോക്കി. അതായത് ഒരാൾക്ക് പ്രൊമോഷൻ കൊടുത്തു, ഇനി അടുത്ത വീണ്ടും അവിടെ 2 വേക്കൻസിയിലേക്ക് CSEB വഴി നമ്മുടെ എന്ത് ചെയ്യണം, ക്ലർക്കിനെ CSEB എക്സാം ബോർഡ് വഴി കൊണ്ടുവന്നാൽ അടുത്ത വേക്കൻസിക്ക് ഈ 1:4 നോക്കണം, 1:2 നോക്കിയാൽ മതി. അതായത് നോക്കിയാൽ ഒരാൾക്ക് പ്രൊമോട്ട് ചെയ്തു അല്ലെ, ഒരാളെ പ്രൊമോട്ട് ചെയ്താൽ ഇനി അടുത്ത ഒരാളെ അങ്ങോട്ട് പ്രൊമോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പേരെ CSEB വഴി CSEB ബോർഡ് വഴി അപ്പോയിന്റ് ചെയ്താൽ മതി. അല്ലാതെ ഈ ബാങ്കുകളുടെ കാര്യത്തിലാണെങ്കിൽ ഇപ്പൊ ഒരാൾക്ക് പ്രൊമോഷൻ കൊടുത്തെങ്കിൽ അടുത്തയാൾക്ക് പ്രൊമോഷൻ വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അതായത് അടുത്ത താഴെ ലെവലിൽ കിടക്കുന്ന സബ് സ്റ്റാഫ് കാറ്റഗറിയിൽ നിന്ന് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് പ്രൊമോഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ ഗ്രേഡിലും സ്പെഷ്യൽ ഗ്രേഡിലും ക്ലാസ് 1 ആണെങ്കിൽ 4 പേരെ പരീക്ഷ വഴി കൊണ്ടുവരണം. പിന്നെ അടുത്ത വേക്കൻസിയെ കൊടുക്കാൻ പറ്റുകയുള്ളൂ. എന്നാൽ ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെയുള്ള സംഘങ്ങൾക്ക് 1:2 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അതൊരു നല്ലതാണ്, 1:2 അല്ലെ, 1:2 ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് എവിടെയാണ് പറയുന്നത്, ചട്ടം 185 പറയുക കേട്ടോ. എവിടെയാ പറയുക, ചട്ടം 185. ചട്ടം 185 എന്തിനെ കുറിച്ച് പറയുന്നു, പ്രമോഷനെ കുറിച്ച് പറയുന്നു. ചട്ടം 185 പ്രമോഷനെ കുറിച്ച് പറയുന്നു. ചട്ടം 185 റൂള് 185 എവിടെയാണ് പറയുന്നത്, സബ് റൂള് 10 പറയുക. റൂള് 185 സബ് റൂള് 10 അവിടെ മൂന്നാമത്തെ വ്യവസ്ഥയായിട്ടാണ് പറയുക. പ്രൊവൈഡർ ഫർദർ ദാൻ, എന്നിരുന്നാലും എന്താ പറയുക, സബ്സ്റ്റാൻറ്റീവ് വേക്കൻസീസ് ഇൻ ദ പോസ്റ്റ് ഓഫ് ദി ക്ലർക്ക് ഇൻ ദ സൊസൈറ്റി ഫോളിംഗ് അണ്ടർ ക്ലാസ് 2 to 7 to appendix 3 of this rule shall be filled up by promotion and recruitment in the ratio of 1:2. Okay, the promotion of candidate shall be made from the feeder category in accordance with the merit and ability to be assessed through a qualifying examination conducted by cooperative service examination board. പിന്നെ നമുക്കറിയാം ഈ ഒരു സബ് സ്റ്റാഫ് കാറ്റഗറിയിൽ നിന്ന് അല്ലെ, സബ് സ്റ്റാഫ് കാറ്റഗറിയിൽ നിന്ന് ഈ ജൂനിയർ ക്ലർക്ക് തസ്തിയിലേക്ക് വരുമ്പോഴും അവിടെ എന്താണ്, അവിടെ ഒരു യോഗ്യതാ പരീക്ഷ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. CSEBയുടെ ഒരു യോഗ്യതാ പരീക്ഷയും കൂടെ എഴുതിയെങ്കിൽ മാത്രമേ എന്ത് കിട്ടുകയുള്ളൂ, പ്രൊമോഷൻ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ആ പ്രൊമോഷന് വാലിഡിറ്റി വരികയുള്ളൂ. CSEB നടത്തുന്ന ഒരു പ്രൊമോഷൻ ടെസ്റ്റ് ഉണ്ട് അല്ലെ ആർക്ക്, അതായത് ഈ യോഗ്യതയും വേണം, പിന്നെ പ്രൊമോഷൻ ടെസ്റ്റ് പാസ്സായെങ്കിൽ നമുക്ക് ജൂനിയർ ക്ലർക്കാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ മിനിസ്റ്റീരിയൽ കേഡറിൽ നിന്ന് സൂപ്പർവൈസറി കേഡറിലേക്ക് പോകുമ്പോഴും ഈ യോഗ്യതാ ടെസ്റ്റ് പാസ്സാണ്. മാനേജർ, അസിസ്റ്റന്റ് സെക്രട്ടറി, ചീഫ് അക്കൗണ്ടന്റ്, ഇന്റേണൽ ഓഡിറ്റർ തസ്തികയിലേക്ക് പ്രൊമോഷന് മുമ്പായിട്ട് അല്ലെ, നിലവിലുള്ളവർക്ക് പ്രൊമോഷൻ കൊടുക്കാം. അങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവരും എന്ത് ചെയ്തിരിക്കണം, അതിന്റെ യോഗ്യതാ പരീക്ഷ എഴുതിയിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. അത് സിമ്പിളാണ്, ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പം ഇവിടുത്തെ ആൻസർ വരുന്ന ഏതാണ്, ക്ലാസ് 2 to 7 1:2 മതി. ഓക്കെ, സൂപ്പർ ഗ്രേഡ്, സ്പെഷ്യൽ ഗ്രേഡ്, അതുപോലെ തന്നെ ക്ലാസ് 1 1:4 എന്നും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അടുത്ത നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. എന്താണെന്ന് പറയുന്നത്, അറ്റ് വിച്ച് റേറ്റ് ഫ്ലൂയിഡ് റിസോഴ്സ് ഹാവ് ടു ബി മെയിൻറ്റൈൻഡ് ബൈ സൊസൈറ്റി വിത്ത് ലിമിറ്റഡ് ലയബിലിറ്റി വിച്ച് ഒബ്റ്റെയിൻസ് എനി പോർഷൻ ഓഫ് ഇറ്റ്സ് വർക്കിംഗ് ക്യാപിറ്റൽ ബട്ട് ഡിപ്പോസിറ്റ്സ് ആർ നോട്ട് കമ്മിങ് വിത്തിൻ ദ പെർവ്യൂ ഓഫ് BR Act 1949. നല്ല ക്വസ്റ്റ്യൻ ആണ്. എവിടെയാണ് പറയുന്നത് മക്കളെ, അതിനകത്ത് പറയാം റൂള് 63 പറയും. റൂള് 63 മെയിൻ്റനൻസ് ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സസ് ബൈ സൊസൈറ്റി. അപ്പൊ എന്താണ് ഇത്, ഫ്ലൂയിഡ് റിസോഴ്സസ് എന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ. ഫ്ലൂയിഡ് റിസോഴ്സ് നമ്മള് എന്താ പറയാ, തരളധനം എന്നൊക്കെ പറയാം അല്ലെ, എങ്ങനെ പറഞ്ഞുകൂടെ, തരളധനം എന്നൊക്കെയാണ് പറയുക.
അതായത് ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിന് തത്തുല്യവുമായി നമ്മൾ സൂക്ഷിക്കുന്നതിനാണ് തരളധനം. നമ്മൾ പറയാറില്ല ഓരോ ബാങ്കിന്റെ ഫ്ലൂയിഡ് എത്രയാണ്, എത്രത്തോളം ഫ്ലൂയിഡ് ഉണ്ടെന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതാണ് പിന്നെ പറയുകയാണ്, അതായത് ഏത് റേറ്റിലാണ് അറ്റ് വിച്ച് റേറ്റ് ഫ്ലൂയിഡ് റിസോഴ്സ്, ഏത് നിരക്കിലാണ് ഫ്ലൂയിഡ് റിസോഴ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആര്? സൊസൈറ്റീസ്. ഏത് സൊസൈറ്റീസ്? ലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ള സംഘങ്ങൾ ഡെപ്പോസിറ്റ് സ്വീകരിക്കുകയും എന്നാൽ പറയുന്നുണ്ട് BR ആക്ടിന്റെ അണ്ടറിൽ വരാത്തതുമായ സംഘങ്ങൾ, ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഡെപ്പോസിറ്റിൽ നിന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ഉപയോഗിക്കുന്ന സംഘങ്ങൾ. അതോടൊപ്പം തന്നെ എന്താണ് BR ആക്ട് 1949 അണ്ടറിൽ വരാത്തതുമായ സംഘങ്ങളെ കുറിച്ചാണ് പറയുക. അപ്പോൾ ഒരു ഓപ്ഷൻ എയിൽ പറയാണ് ഫുൾ വാല്യൂ ഓഫ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂർ, അതായത് ഒരു സംഘത്തിന്റെ FD മെച്യൂർ ആകും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരു സൊസൈറ്റി രാജേഷ് എന്ന് പറയുന്ന ഒരാള് ആ സംഘത്തിന് 5 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പൊ നാളെ അടുത്ത ദിവസം 5 ലക്ഷം രൂപ ഡ്യൂ ആകുന്നു. അപ്പം 5 ലക്ഷം പ്ലസ് അതിന്റെ ഇൻട്രസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതായത് മെച്യൂർ ആകുന്ന FDകളുണ്ട്, സംഘത്തിൽ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്ത് മെച്യൂർ ആകുന്ന FDകളുണ്ട്, അതിന്റെ ഫുൾ വാല്യൂ നമ്മൾ ഫ്ലൂയിഡ് ആയിട്ട് കീപ്പ് ചെയ്യണമെന്നാണ് ഓപ്ഷൻ എയിൽ പറയുന്നത്, അല്ലെ? ഫുൾ ആയിട്ട് കീപ്പ് ചെയ്യണം. ഓപ്ഷൻ ബിയിൽ 20% ഓഫ് ഇറ്റ്സ് ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി എന്ന് പറയുക. ഓക്കെ, അപ്പൊ അതിന്റെ ടോട്ടൽ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ 20% വേണമെന്ന് പറയുന്നു. അതായത് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ SB ഒക്കെ വരുന്നതാണ്. ആവശ്യപ്പെടുമ്പോൾ ഒരു കസ്റ്റമർ നമ്മുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അല്ലെ? അപ്പൊ ആവശ്യപ്പെടുമ്പോൾ കൊടുക്കുന്ന ഏതിലാണ്? SBയിൽ നിന്നാണ്. ടൈം ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതാണ് അർത്ഥമാക്കുക? അത് FD ആണ്, നിശ്ചിത കാലത്തേക്ക് FD ആണ്. ഇനി ഇവര് ഓപ്ഷൻ സിയിൽ 25% ഓഫ് ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി, ഇപ്പൊ SB പ്ലസ് FDയുടെ 25% വേണമെന്ന് പറയുന്നു. ഓപ്ഷൻ ഡിയിൽ പറഞ്ഞ ഫുൾ വാല്യൂ ഓഫ് ദ ഫിക്സഡ് ഡെപ്പോസിറ്റ് മെച്യൂർഡ്. അപ്പൊ ആദ്യം പറയാണ് ഇവിടെ ഓപ്ഷൻ ഡി നോക്കിയേ, എന്താ പറയുക, ഫുൾ വാല്യൂ ഓഫ് ദ FD മെച്യൂർഡ് ആൻഡ് ഡ്യൂ ഫോർ പേയ്മെന്റ്. അപ്പൊ മെച്യൂർ ആയതും അതുപോലെ പേയ്മെന്റ് കൊടുക്കാനായതുമായിട്ടുള്ള FDയുടെ ഫുൾ വാല്യൂ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് 20% ഓഫ് ദ ടോട്ടൽ ഓഫ് ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റീസ് എക്സ്ക്ലൂഡിംഗ് മെച്യൂർഡ് FD ഡ്യൂ ഫോർ പേയ്മെന്റ്. അപ്പൊ ഈ FD ഒരു ദിവസം മെച്യൂർ ആകുന്ന FD ഒഴികെയുള്ള ടോട്ടൽ FD പ്ലസ് SBയുടെ 20% നമ്മൾ കീപ്പ് ചെയ്യണം. അതോടൊപ്പം തന്നെ മെച്യൂർ ആകുന്ന FDയുടെ 100% കീപ്പ് ചെയ്യണമെന്നാണ് പറയുക. ഏത് ആൻസർ വരിക? ഓപ്ഷൻ ഡി തന്നെയാണ് എന്നോർത്ത് വെച്ചേക്കുക, അല്ലെ? ഓപ്ഷൻ ഡി തന്നെയാണ്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, every society with limited liability which obtains any portion of its working capital by deposit and not coming under within the purview of BR Act 1949 വരുന്ന കാര്യങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കണം എന്നോർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ ലിക്വിഡ് കവർ, മിനിമം ലിക്വിഡ് കവർ ഷാർ നോർമലി ബി ഓഫ് ദ ഫോളോയിങ് സ്കെയിൽ ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ലിക്വിഡ് കവർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുക എന്നും കൂടെ ഒന്ന് മനസ്സിലാക്കിയേക്കുക. റൂൾ 63 പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, എന്താണ് പറയുന്നത്? ലിക്വിഡ് കവർ എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ലിക്വിഡ് കവർ. ഇപ്പൊ ലിക്വിഡ് കവർ മീൻസ് എന്താണ്? അസറ്റ് വിച്ച് മേ ബി കൺവേർട്ടഡ് ഇൻ ടു റെഡി ക്യാഷ്, അല്ലെ? അതായത് റെഡി ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റിനെ ആൻഡ് ഇൻക്ലൂഡ്സ് ഓൾ ഓർ എനി ഓഫ് ദ ഫോളോയിങ്, ഞാനിവിടെ കുറെ കാര്യങ്ങൾ പറയും, അല്ലെ? പറയാണ് ലിക്വിഡ് കവർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റ്, അതോടൊപ്പം താഴെ പറയുന്ന കുറച്ച് കാര്യങ്ങളും, അല്ലെ? അതിൽ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ പറയാണ് 100% ഓഫ് ക്യാഷ് ഓൺ ഹാൻഡ്, നമ്മുടെ കയ്യിലുള്ള ബാങ്കിലുള്ള ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ടല്ലോ, അതിന്റെ 100% ലിക്വിഡ് കവർ ആണ്. പിന്നെ ബാലൻസ് വിത്ത് ബാങ്കിലുള്ള ക്യാഷ്, പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്, പിന്നെ അൺഎൻകംബേർഡ് ഇൻവെസ്റ്റ്മെന്റ് റെപ്രസെന്റ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് ഫണ്ട് ഒക്കെ നമ്മുടെ ലിക്വിഡ് ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിനെയൊക്കെ നമുക്ക് ലിക്വിഡ് ആയിട്ട് കണക്കാക്കാം. പിന്നെ പറയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ, അതിൽ പോസ്റ്റൽ ക്യാഷ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, ഇതിന്റെ 90% നമ്മളിപ്പോ ഒരു ബാങ്ക്, ഒരു സൊസൈറ്റി എവിടെയാണ് നമുക്ക് ഗവൺമെന്റ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ 90% നമുക്ക് നമ്മുടെ ലിക്വിഡ് കവറാണ് കണക്കാക്കാം. ഓക്കെ, അതിനെല്ലാം നമുക്ക് ലിക്വിഡ് ആയിട്ട് കണക്കാക്കാം. അതിന്റെ 90% വരെ ലിക്വിഡ് ആയിട്ട് കണക്കാക്കാം. പിന്നെ പറയാണ് 80% ഓഫ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ദ ഡിബഞ്ചേഴ്സ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക്. ലാൻഡ് മോർഗേജ് ബാങ്ക് ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ ഇപ്പോൾ ഒരു സംഘം മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 80%, ഇപ്പൊ നമ്മൾ 10 ലക്ഷം രൂപയ്ക്കാണ് LMB ലാൻഡ് മോർഗേജ് ബാങ്കിന്റെ ഡിബഞ്ചർ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 80%, ദാറ്റ് മീൻസ് 8 ലക്ഷം രൂപ വരെ നമുക്ക് ലിക്വിഡ് ആയിട്ട് കണക്കാക്കാം. നമ്മുടെ ലിക്വിഡിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്നോർത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ രജിസ്ട്രാർ അപ്രൂവ് ചെയ്തിട്ടുള്ള മറ്റ് ബാങ്കുകളിൽ ഒരു സൊസൈറ്റി ഫണ്ട് നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ആ നിക്ഷേപിച്ചതിന്റെ 80% നമുക്ക് ലിക്വിഡ് ആയിട്ട് കണക്കാക്കാമെന്ന് ഓർത്ത് വെച്ചേക്കും. ഓക്കെ, പിന്നെ പറയുന്നത് 80% ഓഫ് ദ മാർക്കറ്റ് വാല്യൂ ഓഫ് ഭദ്രത സോഷ്യൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ്. കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസ് ലിമിറ്റഡ് ഇഷ്യൂ ചെയ്യുന്ന ഭദ്രത സോഷ്യൽ സെക്യൂരിറ്റി സർട്ടിഫിക്കറ്റ് നമ്മൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ 80% വരെ നമുക്ക് ലിക്വിഡ് ആയിട്ട് കണക്കാക്കാം.
പിന്നെ ട്രഷറി സ്മോൾ സേവിങ്സ് ഫിക്സഡ് ഡെപ്പോസിറ്റ് സർട്ടിഫിക്കറ്റിന്റെ 80% വരെയൊക്കെ നമുക്ക് എന്തായിട്ട് കണക്കാക്കാം, നമ്മുടെ ലിക്വിഡായിട്ട് കണക്കാക്കാം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനിയും ഇവിടെ ആദ്യം പറയും BR ആക്ട് 1949 അണ്ടറിൽ വരാത്ത സംഘങ്ങളായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യണം, പൈസ അല്ലെങ്കിൽ ഫണ്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഫ്ലൂയിഡ്. എന്നാലും പറയുന്നുണ്ട് BR ആക്ടിന് അണ്ടറിൽ വരുന്ന സംഘങ്ങളാണെങ്കിൽ BR ആക്ട് 24 നിഷ്കർഷിച്ചിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് എന്താ പറയുക ലിക്വിഡ് ആയിട്ട് സൂക്ഷിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. BR ആക്ട് 1949 അണ്ടറിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കുകൾ അവിടെ പറഞ്ഞിട്ടുള്ള 24% സൂക്ഷിച്ചു വെക്കേണ്ടത് എന്നോർത്ത് വെച്ചേക്കുക. സോറി, അവിടെ സെക്ഷൻ 24% എന്നല്ല, BR ആക്ടിനെ സെക്ഷൻ 24 പറഞ്ഞിട്ടുള്ള രീതിയിൽ വേണം ഫണ്ട് എന്ത് ചെയ്യേണ്ടത്, മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത് അവിടെ വരാത്ത സംഘങ്ങളാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോവാം. നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഫ് ഹി ഹാസ് ബീൻ സർചാർജ്ഡ് ആൻഡ് എ പീരിയഡ് ഓഫ് ഡാഷ് ഹാസ് നോട്ട് ബീൻ എലാപ്സ്ഡ് സിൻസ് ദ പേയ്മെന്റ് ഓഫ് മണി. ഓപ്ഷൻ എ 5 വർഷം, ഓപ്ഷൻ ബി 3 വർഷം, ഓപ്ഷൻ സി 2 വർഷം, ഓപ്ഷൻ ഡി 1 വർഷം. നമുക്ക് അതും കൂടെ ഒന്ന് പരിശോധിക്കാം അല്ലെ. ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കിയേ, നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി if he has been surcharged and a period of dash has not been elapsed since the payment of money എന്ന് പറയുക. അപ്പൊ ഇത് സർചാർജുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെ. എന്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്? ആ സർചാർജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്താണ് നമുക്ക് സർചാർജ് എന്ന് ആദ്യം ഒന്ന് പരിശോധിക്കാം, അതല്ലേ നല്ലത്. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യം ഡിസ്കസ് ചെയ്യാം അല്ലെ. ആദ്യം നമുക്ക് സർചാർജ് എന്താണെന്ന് ഒന്ന് പരിശോധിച്ചതിന് ശേഷം പഠിക്കാം. അപ്പൊ സെക്ഷൻ 68 സർചാർജിനെ കുറിച്ച് എന്ത് പറയുന്നത് പരാമർശിക്കുന്നത്. സെക്ഷൻ 68 സർചാർജ് എന്ന് പറയുന്നത്. എന്താണ് അതിൽ പറയുന്നത് നമുക്ക് പരിശോധിക്കാം. അതായത് വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ആരുടെയെങ്കിലും പ്രവർത്തനം മൂലം സംഘത്തിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ, എന്താ പറയുക, ആരുടെയെങ്കിലും പ്രവർത്തനം മൂലം സൊസൈറ്റിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം മുതലും പലിശയുമായിട്ട് ആ വ്യക്തി തന്നെ അടയ്ക്കണമെന്നും പറഞ്ഞ് രജിസ്ട്രാർ ഓർഡർ ഇഷ്യൂ ചെയ്യും. അതാണ് സർചാർജ് ഓർഡർ. ക്ലിയർ അല്ലേ? എന്താണ് ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ മനസ്സിലാക്കുക. ആരുടെയെങ്കിലും പ്രവർത്തനം മൂലം സംഘത്തിന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആ നഷ്ടം ആ വ്യക്തിയിൽ നിന്ന് തന്നെ ഈടാക്കണമെന്നും പറഞ്ഞ് രജിസ്ട്രാർ ഇഷ്യൂ ചെയ്യുന്ന ഉത്തരവിനെയാണ് സെക്ഷൻ 68 പ്രകാരം സർചാർജ് ഓർഡർ എന്ന് പറയുക. ഇവിടെ പറയുന്നത്, ഒരാൾക്കെതിരെ സർചാർജ് ഓർഡർ ചെയ്തു, എന്നിട്ട് അദ്ദേഹം ആ പേയ്മെന്റ് അടച്ചു. അത് ചെയ്ത് എത്ര വർഷത്തിന് ശേഷം മാത്രമേ നമുക്ക് ഒരാളെ സംഘത്തിലെ മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇത് ഒരു മെമ്പർ അദ്ദേഹത്തിന്റെ എന്തെങ്കിലും പ്രവർത്തനം മൂലം അദ്ദേഹത്തിനെതിരെ സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്തു. ഇപ്പൊ മുതലും പലിശയും ചേർന്ന് അടയ്ക്കാൻ പറയും. അത് എത്ര നാളുകൾക്കകമായിട്ട് അടയ്ക്കണം എന്നൊരാൾ ചോദിച്ചിട്ടുണ്ട്. സർചാർജ് ഓർഡർ ഇഷ്യൂ ചെയ്ത് 60 ദിവസത്തിനകമായിട്ട് ആ പേയ്മെന്റ് സംഘത്തിലേക്ക് അടയ്ക്കണം. ഇനി കാര്യകാരണങ്ങളൊക്കെ പറഞ്ഞ് രജിസ്ട്രാറിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണെങ്കിൽ രജിസ്ട്രാറിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് ഒരു 60 ഡേയ്സ് ഫർദർ ഒരു 60 ഡേയ്സും കൂടെ വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കിട്ടും എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഇങ്ങനെ ഈ പൈസ അടച്ച് എത്ര വർഷത്തിന് ശേഷമായിരിക്കണം നമ്മൾ അദ്ദേഹത്തിന് നോ പേഴ്സൺ ഷാൽ ബി എലിജിബിൾ ഫോർ അഡ്മിഷൻ ആസ് എ മെമ്പർ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഇഫ് ഹി ഹാസ് ബീൻ സർചാർജ്ഡ് ആൻഡ് എ പീരിയഡ് ഓഫ് ഡാഷ് ഹാസ് നോട്ട് ബീൻ എലാപ്സ്ഡ് സിൻസ് ദ പേയ്മെന്റ് ഓഫ് മണി എന്നാണ് പറയുക. അപ്പൊ ഓർത്ത് വെച്ചേക്കുക, ഓപ്ഷൻ എയിൽ പറയുന്നു 5 വർഷം, ഓപ്ഷൻ ബിയിൽ പറയുന്നു 3 വർഷം, ഓപ്ഷൻ സിയിൽ പറയുന്നു 2 വർഷം, ഓപ്ഷൻ ഡിയിൽ പറയുന്നു 1 വർഷം. എത്ര വർഷമാണ്? ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചട്ടത്തിലാണ് കേട്ടോ. ഇതിനെക്കുറിച്ച് പറയുന്നത് എവിടെയാണ്? ചട്ടത്തിലാണ് എന്നോർത്ത് വെച്ചേക്കുക. ഏത് ചട്ടമാണെന്ന് ചോദിച്ചാൽ റൂള് 16, റൂള് 16 അല്ലെങ്കിൽ ചട്ടം 16 പറയുന്നത് കണ്ടീഷൻസ് ടു ബി complied with for admission of conditions to be complied with for admission for membership. ഓക്കെ, കണ്ടീഷൻസിനെ കുറിച്ചാണ് സെക്ഷൻ 16 പറയുന്നത്. സോറി, റൂള് 16 പറയുന്നത്. സെക്ഷൻ 16 പറയുന്നത് ഇത് തന്നെയാണ് അല്ലെ. പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ്, ആർക്കൊക്കെ സംഘത്തിൽ അംഗങ്ങളാകാമെന്നാണ് സെക്ഷൻ 16 പറയുന്നത്. റൂള് 16 പറയുന്നത് കണ്ടീഷൻസ് ടു ബി കംപ്ലൈഡ് വിത്ത് ഫോർ അഡ്മിഷൻ ഫോർ മെമ്പർഷിപ്പ് ആണ്. അപ്പൊ അതിനകത്ത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. അതില് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, ഹി ഹാസ് ബീൻ സർചാർജ്ഡ് അണ്ടർ സെക്ഷൻ 68 ആൻഡ് എ പീരീഡ് ഓഫ് 3 years ഹാസ് നോട്ട് ബീൻ അല്ലെ, സിൻസ് എ പീരീഡ് ഓഫ്
3 years has not elapsed since the payment of money or restoration of property as directed in the said order of surcharge. ഇപ്പൊ എത്ര വർഷമാണ്? 3 വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക. എത്ര മക്കളെ? 3 വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി സെക്ഷൻ 17 പ്രകാരം ഒരാളെ എക്സ്പെൽ ചെയ്ത് കഴിഞ്ഞാൽ എത്ര നാൾ കഴിയണം? വിതിൻ, അതായത് ഒരാളെ 17 പ്രകാരം നമ്മൾ എക്സ്പെൽ ചെയ്തു അല്ലെ, എക്സ്പെൽഷൻ ഓഫ് മെമ്പേഴ്സ് സെക്ഷൻ 16 ഒരു സംഘത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഏതെങ്കിലും മെമ്പർ പ്രവർത്തിക്കുകയോ അല്ലെങ്കിൽ ബൈലോയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണ് അനുസരിക്കാൻ പരാജയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു വിശേഷാൽ പൊതുയോഗം അല്ലെങ്കിൽ സ്പെഷ്യൽ ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർത്ത് അതിൽ 2/3 കുറയാതെ മജോറിറ്റിയിൽ പ്രമേയം പാസ്സാക്കിക്കൊണ്ട് ഒരാളെ പുറത്താക്കാം. അങ്ങനെ ഒരാളെ പുറത്താക്കുന്നതിന് മുൻപായിട്ട് അദ്ദേഹത്തിന്റെ ഭാഗം പറയാൻ ഒരു അവസരം കൊടുക്കണം. ഒരാളെ പുറത്താക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഷെയർ തിരിച്ചു കൊടുക്കാറില്ല, അത് സംഘത്തിലേക്ക് കണ്ടുകെട്ടും, ഇംഗ്ലീഷിൽ ഫോർഫീറ്റ് ചെയ്യുക എന്ന് പറയും, ഓർത്തു വെച്ചേക്കുക. ഓക്കെ. പിന്നെ ഒരാളെ പറഞ്ഞു വിടാൻ വേണ്ടി ഒരു പ്രമേയം പാസ്സായിട്ടുണ്ടെങ്കിൽ ആ പ്രമേയം പാസ്സായി 15 ദിവസത്തിനാകുമ്പോൾ ആ പ്രമേയത്തിന്റെ കോപ്പി കൂടെ ആ മെമ്പറിന് കൊടുക്കണം. ഇനി അവിടെ ഏറ്റവും അവസാനം പറയുന്നത് എന്താണ്? സെക്ഷൻ 17 പ്രകാരം നമ്മൾ ഒരാളെ എക്സ്പെൽ ചെയ്തു, അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും സംഘത്തിന് മെമ്പർ ആകാം. അത് 1 വർഷം കഴിഞ്ഞ് കേട്ടോ. സെക്ഷൻ 17(1) പ്രകാരം എക്സ്പെൽ ചെയ്യുകയാണെങ്കിൽ 1 വർഷം കഴിഞ്ഞ്, സർചാർജ് ആണെങ്കിൽ 3 years കഴിഞ്ഞ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ. സർചാർജ് ഓർഡർ ഇട്ട് ആ എമൗണ്ട് സംഘത്തിലേക്ക് അടച്ച് 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അദ്ദേഹത്തിനെ മെമ്പർ ആക്കാം. ക്ലിയർ അല്ലോടോ? ഓക്കെ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ആൻ അജണ്ട ഓഫ് ദ ജനറൽ ബോഡി മീറ്റിംഗ് ഓഫ് എ സൊസൈറ്റി ആണ്. താഴെ പറയുന്നതിൽ സംഘത്തിന്റെ പൊതുയോഗത്തിന്റെ അജണ്ട അല്ലാത്തതേത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അജണ്ട ഐറ്റം ഓഫ് ദ ജനറൽ ബോഡി? ഓപ്ഷൻ എയിൽ പറയുന്നു അമെൻമെന്റ് ഓഫ് ബൈലോ, ഓപ്ഷൻ ബി പറയുന്നു നോ കോൺഫിഡൻസ് മോഷൻ എഗൻസ്റ്റ് പ്രസിഡന്റ്, ഓപ്ഷൻ സിയിൽ പറയുന്നു റിവ്യൂ ഓഫ് ഓപ്പറേഷൻ ലോസ് ആൻഡ് പ്രോഗ്രാം ടു റെഡ്യൂസ് ഇറ്റ്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു അപ്രൂവൽ ഓഫ് ദ ബഡ്ജറ്റ്. അപ്പൊ ഇതില് ഈ പൊതുയോഗമാണ് നമുക്കറിയാം ഒരു സംഘത്തിന് ആസ് പെർ സെക്ഷൻ 27 the final authority of a cooperative society, the final authority of a cooperative society vests in the hand of general body എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം ഫൈനൽ അതോറിറ്റി എന്ന് പറഞ്ഞാൽ പൊതുയോഗമാണ്. പൊതുയോഗത്തിന് 5 ടൈപ്പ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ പൊതുയോഗത്തിന്റെ അജണ്ട അല്ലാത്തത് എന്താ? അമെൻമെന്റ് ഓഫ് ബൈലോ പൊതുയോഗത്തിന് മാത്രമേ പറ്റുള്ളൂ, അത് എന്താണ്? അജണ്ടയാണ്. റിവ്യൂ ഓഫ് ഓപ്പറേഷൻ ലോസ് ആൻഡ് പ്രോഗ്രാം ടു റെഡ്യൂസ് ഇറ്റ്, അതായത് നമുക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടെങ്കിൽ ആ നഷ്ടം എത്രയാണെന്ന് പറയുകയും അത് കുറയ്ക്കാൻ ആവശ്യമായിട്ട് പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ പൊതുയോഗത്തിൽ ചർച്ച ചെയ്യും. ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യുന്നവരാണ് പൊതുയോഗം തന്നെയാണ്. അപ്പൊ ഇവിടെ ഏതാ ആൻസർ എഴുതുക? നോ കോൺഫിഡൻസ് മോഷൻ അഗൻസ്റ്റ് പ്രസിഡന്റ്, അതായത് ഒരു സംഘത്തിന് അതിന്റെ പ്രസിഡന്റിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെ, സംഘത്തിനല്ല കമ്മിറ്റിക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനും പ്രസിഡന്റിനെ ആ തസ്തികയിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള അവകാശം സംഘത്തിന്റെ കമ്മിറ്റിക്കേ ഉള്ളൂ. അപ്പൊ അത് ഒരിക്കലും നമ്മൾ പൊതുയോഗത്തിലൊന്നും ചർച്ച ചെയ്യൂല കേട്ടോ. അതിന് നമ്മൾ വേറെ രീതിയിൽ പ്രമേയങ്ങൾ പാസ്സാക്കി നോട്ടീസ് രജിസ്ട്രാറിന് കൊടുത്ത് രജിസ്ട്രാർ അവിടെ നിന്ന് ഒരാളെ അധികാരപ്പെടുത്തുകയും അദ്ദേഹം ബാങ്കിൽ വന്ന് ഒരു മീറ്റിംഗ് നടത്തുകയും അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുകയൊക്കെ ചെയ്യും. വളരെ വിശദമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളതും കൂടാണതല്ലേ, പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് പറഞ്ഞ സെക്ഷൻ 28A(b)യിലാണെന്ന് ഓർത്ത് വെച്ചേക്കുക. വകുപ്പ് 28A(b)യിലാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ വളരെ വിശദമായിട്ട് പഠിക്കണം. അതാണ് ചട്ടം 43 റിമൂവൽ ഓഫ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് എക്സ്ട്രാ ബൈ നോ കോൺഫിഡൻസ് മോഷൻ. നോ കോൺഫിഡൻസ് മോഷൻ വഴി എന്താണ് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തുടങ്ങിയാരെ റിമൂവ് ചെയ്യുന്ന കാര്യമാണ് ചട്ടം 43A പറയുന്നത്. ഇപ്പൊ അവിടെ പറയുന്നുണ്ട് കമ്മിറ്റി ഷാൾ റിമൂവ് ദ പ്രസിഡന്റ് ഓർ ദി വൈസ് പ്രസിഡന്റ് ഓർ ദ ട്രഷറർ ഓർ എനി അതർ ഓഫീസർ ഓഫ് ദ കമ്മിറ്റി ഫ്രം ഹിസ് ഓഫീസ് ബൈ എ നോ കോൺഫിഡൻസ് മോഷൻ എന്ന് പറയുക. ആദ്യം നോട്ടീസ് കൊടുക്കണം അല്ലെ. ഞങ്ങൾ ഇന്നുപോലെ നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ട്. നോട്ടീസ് ഓഫ് ഇന്റൻഷൻ ആർക്ക് കൊടുക്കണം? രജിസ്ട്രാറിന് കൊടുക്കണം. രജിസ്ട്രാർ അങ്ങനെ ഒരു ഇത് കിട്ടിക്കഴിയുമ്പോൾ അദ്ദേഹം മറ്റൊരാളെ അധികാരപ്പെടുത്തും. അദ്ദേഹം ഇവിടെ വരും അല്ലെ. അദ്ദേഹം ആയിരിക്കും ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത്. അദ്ദേഹം ഓൾറെഡി ഡേറ്റും കാര്യങ്ങളും ഒക്കെ എന്താണ് മറ്റ് കമ്മിറ്റിക്കാരെ അറിയിക്കും. പിന്നെ നമുക്കറിയാം നോ കോൺഫിഡൻസ് മോഷന്റെ മീറ്റിങ്ങോ ഡിബേറ്റുകളോ ഒരു കാരണവശാലും നമുക്ക് അഡ്ജേൺ ചെയ്യാൻ പറ്റില്ല, മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് വെച്ചേക്കാം. അങ്ങനെ നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാകുകയാണെങ്കിൽ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് എന്ത് ചെയ്യും? രാജിവെക്കണം. ഇനി രാജിവെക്കുന്നില്ല 2 ദിവസത്തിനാവുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനത്ത് നിന്ന് നമ്മൾ പുറത്താക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. പിന്നെ നമുക്കറിയാം ഒരു നോ കോൺഫിഡൻസ് മോഷൻ പാസ്സാകാതെ വരികയാണെങ്കിൽ അടുത്ത നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കണമെങ്കിൽ 6 മാസം കഴിയണം. ഇനി പുതിയതായിട്ട് ഒരു പ്രസിഡന്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ചാർജ് എടുത്ത് 6 മാസം കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ഇന്ന് കയറിയ പ്രസിഡന്റ് നാളെ നമുക്ക് അവിശ്വാസ പ്രമേയമൊന്നും അവതരിപ്പിക്കാൻ പറ്റില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ
ഷാൽ നോട്ട് കണ്ടക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇലക്ഷൻസ് ഇൻ എ സൊസൈറ്റി. സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്ന സമയങ്ങളിലും ലൈവ് ക്ലാസ്സിലും റെക്കോർഡർ ക്ലാസ്സിലും ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പറയുന്ന ഒരു സെക്ഷനാണ് സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷൻ. ചെറിയ ചെറിയ അമെന്റ്മെന്റ്സുകളൊക്കെ ഇതിന്റെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ചെറിയ ചെറിയ അമെന്റ്മെന്റുകൾ വന്നിട്ടുണ്ട്. അപ്പൊ സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ താഴെ പറയുന്നതിൽ ഏതിലേക്കാണ് ഇലക്ഷൻ നടത്താത്തത്? അല്ലെ, ഷാൾ നോട്ട് എന്നാ പറയുക. അപ്പൊ ഈ താഴെ പറയുന്നതിൽ ഏതിലേക്കാണ് സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ നടത്താത്തത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, പ്രസിഡന്റ്, സബ് കമ്മിറ്റി, വൈസ് പ്രസിഡന്റ്. അപ്പൊ ഇതിൽ ഏതിലേക്കായിരിക്കും ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാത്തത്? അപ്പൊ ആദ്യം തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് ഒന്ന് പരിശോധിക്കാം. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ മക്കളെ പ്രാധാന്യമുള്ളതാണ്. എന്തെങ്കിലും ഒരു ചോദ്യം എന്ന് വരും. സെക്ഷൻ 28B ആണ്. സെക്ഷൻ 28B എന്താണ് പറയുന്നതിന്റെ അകത്ത്? ഇങ്ങനെ പറയുന്നത് നിയമത്തിൽ പറഞ്ഞ നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻഡ് ഇൻ ദിസ് ആക്ട് ഓർ ഇൻ ദ റൂൾ, അതായത് ഈ നിയമത്തിലോ അല്ലെങ്കിൽ ചട്ടത്തിലോ എന്ത് തന്നെ അടങ്ങിയിരുന്നാലും അല്ലെങ്കിൽ എന്ത് തന്നെ പറഞ്ഞിരുന്നാലും ദ ഗവൺമെന്റ് ഷാൾ ബൈ നോട്ടിഫിക്കേഷൻ ഇൻ ദ ഗസറ്റ്, ഗവൺമെന്റ് ഗസറ്റ് നോട്ടിഫിക്കേഷനിലൂടെ ഒരു സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ ആദ്യം പഠിക്കേണ്ട പോയിന്റ് 28B എന്ത്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. അടുത്തത് ആരാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ അത് ഗവൺമെന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഓർത്ത് വെച്ചാൽ എന്തിനു വേണ്ടിയാണ്? സുപ്പീരിയന്റൻസ് ഡയറക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ദ ഇലക്ടറൽ റോൾസ് ആൻഡ് ഫോർ ദ കണ്ടക്ട് ഓഫ് ഓൾ ഇലക്ഷൻ ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, the state cooperative union and the circle cooperative union including election to the president, vice president and the representative general body. ഇപ്പൊ സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷനെ വകുപ്പ് 28B പ്രകാരം രൂപീകരിക്കുന്നത് ഗവൺമെന്റ് ആണ്. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതാണ് ഇലക്ടറൽ റോൾസിന്റെ പ്രിപ്പറേഷന്. പിന്നെ ഞാൻ പറയും ഇലക്ഷനുമായി ഒരു മേൽനോട്ടം വഹിക്കാൻ വേണ്ടിയാണ് ഈ സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷനെ ആര് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്? ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇവർ എങ്ങോട്ടൊക്കെയുള്ള ഇലക്ഷൻ ആണ് നടത്തുക എന്ന് ചോദിച്ചാൽ ആദ്യം പറയുന്നുണ്ട് എന്താണ്? കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ടു കോപ്പറേറ്റീവ്, കണ്ടക്ട് ഓഫ് ഓൾ ഇലക്ഷൻ ടു ദ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുക. സഹകരണ സംഘത്തിലെ എല്ലാ ഇലക്ഷനും, അതുപോലെ തന്നെ സംസ്ഥാന സഹകരണ യൂണിയന്റെ, സർക്കിൾ സഹകരണ യൂണിയന്റെ ഒക്കെ മാനേജിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാൻ, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ, വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ, ഇനി റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുള്ള റെപ്രസെന്റേറ്റീവ് ജനറൽ ബോഡിയുടെ കോൺസ്റ്റിറ്റ്യൂട്ടീവ് സംഘമാണെങ്കിൽ അവിടേക്ക്. അപ്പൊ സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷനാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന മക്കളെ 28B പ്രകാരം. അടുത്ത സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് എന്നൊരു ചോദ്യമുണ്ട്. സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ ഓർത്ത് വെച്ചേക്കുക, ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ് നോട്ട് മോർ ദാൻ 3 മെമ്പേഴ്സ് എന്നാ പറയുക. അതായത് 3-ൽ അധികരിക്കാത്ത ആൾക്കാരുണ്ട് എന്നാ പറയുക. അതിൽ അവരെടുത്ത് പറയുന്നുണ്ട് 1 among them shall be the ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ. ഈ 3-ൽ അധികരിക്കാത്ത ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിലെ ഒരാൾ ആരായിരിക്കും എന്ന് ചോദിച്ചാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. ഒരാൾ ആരാണ്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കും. ബാക്കിയുള്ളവര് സാധാ കമ്മീഷണേഴ്സും ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷണറും പിന്നെ അല്ലാതെയുള്ള കമ്മീഷണേഴ്സും ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കും. ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം പറയുന്നുണ്ട്, ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ തസ്തിക അല്ലെ, ആ റാങ്ക് എന്തായിരിക്കണം, അല്ലെങ്കിൽ ഏത് റാങ്കിലുള്ളവരെ മാത്രമേ ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചേക്കുക. അവിടെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്, ദ സ്റ്റേറ്റ് ചീഫ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷണർ ഷാൾ ബി ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്, ഓർത്ത് വെച്ചേക്കുക മക്കളെ, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്, ഏത് റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് എന്താണ്? സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ്, സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ് എന്ന് ഓർത്ത് വെച്ചേക്കുക. അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക.
സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെന്റ് ലോ ഡിപ്പാർട്ട്മെന്റ് റാങ്കിൽ കുറയാത്തയാളാണ് കേട്ടോ, നോട്ട് ബിലോ റാങ്ക് എന്നല്ലേ പറയുക. അപ്പൊ ആ തസ്തികയിൽ കുറയാത്തയാളായിരിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇനി ഞാൻ പറഞ്ഞു, ഒരാൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണെങ്കിൽ ബാക്കിയുള്ളവർ സാധാ കമ്മീഷണേഴ്സ് ആയിരിക്കും. അവരുടെ യോഗ്യതയെ കുറിച്ചും പറയുന്നുണ്ട്. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ്, എന്ത് റാങ്കിൽ കുറയാൻ പാടില്ല? നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അഡീഷണൽ രജിസ്ട്രാർ ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അഡീഷണൽ രജിസ്ട്രാർ റാങ്കിൽ കുറയാൻ പാടില്ല എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഇനിയും ഈ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ, എന്താണ് പറയാ, സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷന്റെ അതിലെ കമ്മീഷണറേഴ്സ് ആയിക്കോട്ടെ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിക്കോട്ടെ, അവരുടെയൊക്കെ യോഗ്യത പറയുന്നുണ്ട്. ഒന്നെങ്കിൽ 62 വയസ്സ്, അല്ലെങ്കിൽ എത്രയാണ് പറയുന്നുണ്ട്, ഒന്നെങ്കിൽ 62 വയസ്സ് അല്ലെങ്കിൽ 5 വർഷം അല്ലെ സർവീസ്, അതായത് ആ തസ്തികയിലെത്തി 5 വർഷം അല്ലെങ്കിൽ 62 വയസ്സ്. ഇതിലേതാണോ ആദ്യം അതുവരെയായിരിക്കും ഇവരുടെ എന്തെന്ന് പറയുക, കാലാവധി എന്ന് ഓർത്തു വെച്ചേക്കും. ഓക്കെ, അവരുടെ കാലാവധി എന്ന് ജസ്റ്റ് നിങ്ങൾ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ക്ലിയർ ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് സെക്ഷനിൽ പലപ്പോഴും നോക്കി. ഇവിടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തിരഞ്ഞെടുക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. അതുപോലെ വൈസ് പ്രസിഡന്റിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? തിരഞ്ഞെടുക്കുന്ന ആരാണ്? സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനാണ്. എന്നാൽ ഓർത്ത് വെച്ചേക്കുക, ഇവിടെ ഈ സബ് കമ്മിറ്റിയെ രൂപീകരിക്കുന്നത് കമ്മിറ്റി തന്നെയായിരിക്കും കേട്ടോ. കമ്മിറ്റിയിൽ നിന്നുമായിരിക്കും കമ്മിറ്റി തന്നെ എന്ത് രൂപീകരിക്കുന്നു എന്ന് ചോദിച്ചാൽ സബ് കമ്മിറ്റി രൂപീകരിക്കുന്നു എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? സബ് കമ്മിറ്റി രൂപീകരിക്കുന്നു, അത് കമ്മിറ്റി തന്നെ ആയിരിക്കും. അവരിൽ നിന്ന് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സബ് കമ്മിറ്റി. ഇപ്പൊ നമ്മൾ പഠിക്കാറുണ്ട് ഡിസിപ്ലിനറി സബ് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യം പഠിക്കാറുണ്ട്. ഡിസിപ്ലിനറി സബ് കമ്മിറ്റി ഓർക്കുന്നില്ല? പഠിപ്പിച്ചിട്ടില്ല? ഡിസിപ്ലിനറി സബ് കമ്മിറ്റി 3 അധികരിക്കാത്ത ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റൂൾ 198 പറയുന്ന ഒരു ഡിസിപ്ലിനറി സബ് കമ്മിറ്റി ചോദിച്ചിട്ടുണ്ടത്. ഓക്കെ, അപ്പൊ അത് കമ്മിറ്റി തന്നെ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. അതാരായിരിക്കും? അത് കമ്മിറ്റി തന്നെ ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷന് ഒരു സെക്രട്ടറി ഉണ്ട്. ഓക്കെ, സെക്രട്ടറിയുടെ റാങ്ക് പറയുന്നത് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ജോയിന്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് കേട്ടോ. അപ്പൊ നമ്മുടെ സഹകരണ ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് JR, നമുക്കറിയാം ജില്ലാതലമായിട്ടുള്ള ചാർജുള്ള ആളാണ് ജോയിന്റ് രജിസ്ട്രാർ. അപ്പം ജോയിന്റ് രജിസ്ട്രാർ തസ്തികയിൽ അല്ലെങ്കിൽ റാങ്കിൽ കുറയാത്ത ആളായിരിക്കണം നമ്മുടെ സംസ്ഥാന സഹകരണ ഇലക്ഷൻ കമ്മീഷന്റെ ആരെന്ന് പറയുന്നത് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വളരെ നല്ല ക്വസ്റ്റ്യൻ ആണ്. ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ ദ ബോർഡ് ഓഫ് ആൻ അപ്പെക്സ് സൊസൈറ്റി ഷാൽ നോട്ട് എക്സീഡ്. അതായത് അപ്പെക്സ് സംഘത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അല്ലെ ബോർഡ് ഓഫ് മാനേജ്മെന്റില് ഷാൽ നോട്ട് എക്സീഡ്, എത്രയിൽ കൂടാൻ പാടില്ല, അല്ലെങ്കിൽ അവരുടെ മാനേജിംഗ് കമ്മിറ്റിയുടെ എണ്ണം എത്രയിൽ അധികരിക്കാൻ പാടില്ല. ഓപ്ഷൻ എ പറയുന്നത് 15, ഓപ്ഷൻ ബി പറഞ്ഞു 21, ഓപ്ഷൻ സി 17, ഓപ്ഷൻ ഡി പറഞ്ഞു 23 അല്ലെ. അപ്പെക്സ് സൊസൈറ്റി എന്താണോ അപ്പെക്സ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിക്കേ. അപ്പെക്സ് സൊസൈറ്റി സെക്ഷൻ 2A അപ്പെക്സ് സൊസൈറ്റിയെ കുറിച്ച് പറയുക. അപ്പെക്സ് സംഘം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആസ് ഏരിയാസ് ഓഫ് ഓപ്പറേഷൻ. അതായത് ഒരു അപ്പെക്സ് സംഘത്തിന്റെ പ്രവർത്തന പരിധി, ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഹോൾ ഓഫ് ദ സ്റ്റേറ്റ് ആയിരിക്കണം. ഹോൾ ഓഫ് ദ സ്റ്റേറ്റ്, സംസ്ഥാനം ഒട്ടാകെ പ്രവർത്തന പരിധി ഉണ്ടായിരിക്കണം. പിന്നെ ഒരേ സ്വഭാവമുള്ള മറ്റു സംഘങ്ങളായിരിക്കണം അംഗങ്ങളായിട്ടുള്ളത്. പിന്നെ ഒരു സംഘം അപ്പെക്സ് ആണെന്ന് ഡിക്ലെയർ ചെയ്യുന്ന ആരാണ്? അത് രജിസ്ട്രാർ ആണ്. പഠിപ്പിച്ചിട്ടുള്ളതാണ് അല്ലേ? ഇതൊക്കെ വളരെ വിശദമായിട്ട് നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇവിടെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. അപ്പെക്സ് സംഘത്തിലെ കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം എത്രയിൽ അധികരിക്കാൻ പാടില്ല എന്നാണ് ചോദ്യം. ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? ഈ കമ്മിറ്റിയെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? വളരെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ? സെക്ഷൻ 28 പറഞ്ഞിട്ടുള്ളത്. സെക്ഷൻ 28 എന്താണ്? അപ്പോയിന്റ്മെന്റ് ഓഫ് കമ്മിറ്റി. കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുന്നത് സംബന്ധിച്ച കാര്യമാണ്. അപ്പൊ കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചാൽ ജനറൽ ബോഡിയാണ്. സംഘത്തിന്റെ പൊതുയോഗമാണ്, അംഗങ്ങളുടെ പൊതുയോഗമാണ് കമ്മിറ്റിയെ രൂപീകരിക്കുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കും. ഒരു കമ്മിറ്റിയുടെ കാലാവധി എന്ന് പറഞ്ഞാൽ 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഇലക്ഷന്റെ അന്ന് മുതൽ 5 വർഷത്തേക്കായിരിക്കും ഒരു മാനേജിംഗ് കമ്മിറ്റിയുടെ കാലാവധി. അപ്പൊ അവർ വളരെ വിശദമായിട്ട് സെക്ഷൻ 28(1)(a) പറയുന്നുണ്ട്. എന്താണ്? നോട്ട് വിത്ത് സ്റ്റാൻഡിങ് എനിത്തിങ് കണ്ടെയ്ൻ ഇൻ ദ ബൈലോ ഓഫ് എ സൊസൈറ്റി. ഒരു സംഘത്തിന്റെ ബൈലോയിൽ എന്ത് തന്നെ പറഞ്ഞാലും ദ നമ്പർ ഓഫ് മെമ്പേഴ്സ് ഓഫ് കമ്മിറ്റി ഷാൽ നോട്ട് ബി ലെസ് ദാൻ 7. അപ്പം അംഗങ്ങളുടെ എണ്ണം 7ൽ കുറയാൻ പാടില്ല. ഏത്? മാനേജിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 7ൽ കുറയാൻ പാടില്ല.
പിന്നെ പറയുന്നുണ്ട് ഷാൽ നോട്ട് എക്സീഡ് 15 ഇൻ ദ കേസ് ഓഫ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പം മിനിമം 7 മാക്സിമം 15 അപ്പക്സിന്റെ അല്ല പ്രൈമറിയുടെ. ഇനി മറ്റ് സംഘങ്ങളുടെ കേസിൽ പറയുന്നുണ്ട് മാക്സിമം എത്രയും കൂടാൻ പാടില്ല, 21 കൂടാൻ പാടില്ല. പ്രൈമറി ആണെങ്കിൽ 7 to 15 അപ്പക്സ് ആണെങ്കിൽ മാക്സിമം 7 to 21 ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. പ്രൈമറി വീണ്ടും ഞാൻ എടുത്ത് പറയാം, പ്രൈമറി ആണെങ്കിൽ മിനിമം 7 മാക്സിമം 15. അതർ സൊസൈറ്റി മീൻസ് അപ്പെക്സ് സെൻട്രൽ സംഘങ്ങളെയൊക്കെ ഉദ്ദേശിക്കുക. പ്രൈമറി അല്ലാത്ത മറ്റ് സംഘങ്ങളാണെങ്കിൽ മാക്സിമം 21 കൂടാൻ പാടില്ല. കാരണം നമുക്കിവിടെ അപ്പെക്സ് ആണ് ചോദിച്ചേക്കുക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണം കേട്ടോ. വളരെ നല്ല ക്വസ്റ്റ്യൻ അല്ലായിരുന്നു, നല്ലൊരു ചോദ്യം തന്നെയാണ്. ഓക്കെ, നല്ല ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഇത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ എന്ത് ചെയ്യുക, ഇത് മനസ്സിലാക്കുക, വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ക്വസ്റ്റ്യൻ നോക്കിയേ. എ മെമ്പർ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ഗെറ്റ് എ ട്രൂ കോപ്പി ഓഫ് ദ ഡോക്യുമെന്റ്സ് മെൻഷൻ ഇൻ റൂൾ 25 സബ് റൂൾ 1 ഓൺ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് എ ഫീ ഓഫ് ₹- പെർ ഈച്ച് പേജ് ഓഫ് ദ ഡോക്യുമെന്റ് എന്ന് പറയുക. ഓക്കെ, എന്തായിരിക്കും ഇവിടെ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം 25 ബന്ധപ്പെട്ട ചട്ടം 25 ബന്ധപ്പെട്ട ദാറ്റ് മീൻസ് റൂള് 25 ബന്ധപ്പെട്ട കാര്യമാണെന്ന് മനസ്സിലായി അല്ലെ. ഇപ്പൊ റൂൾ 25 പറയുന്നത് എന്താണ്? റൂള് 25 പറയുന്നത് മെമ്പേഴ്സ് റൈറ്റ് ആണ്, അംഗങ്ങളുടെ അവകാശം അല്ലെ. മെമ്പേഴ്സ് റൈറ്റ്, എന്ത് റൈറ്റിനെ കുറിച്ചാണ് പറയുക? റൈറ്റ് ടു ഇൻസ്പെക്ട്, പരിശോധിക്കാനുള്ള അവകാശം. ടു ഇൻസ്പെക്ട് the accounts in the society എന്നാ പറയുക. To inspect the accounts in the society, അതായത് സംഘത്തിലെ അക്കൗണ്ട്സുകൾ പരിശോധിക്കാനുള്ള അംഗങ്ങളുടെ അവകാശത്തെ കുറിച്ചാണ് ചട്ടം 25 പറയുന്നത്. ഇപ്പൊ ഇവിടെ പറയുന്നുണ്ട് എനി മെമ്പർ ഓഫ് എ രജിസ്റ്റേർഡ് സൊസൈറ്റി, ഒരു രജിസ്റ്റേർഡ് സൊസൈറ്റിയിലെ ഏതൊരു മെമ്പറിനും അറ്റ് എനി ടൈം ഡ്യൂറിംഗ് ഓഫീസ് അവേഴ്സ്, അതായത് ഓഫീസ് ടൈമിലെ ഏതൊരു സമയത്തും either by himself or by an agent who is a member specially authorized by him in writing. അതായത് ഒരു അംഗത്തിന് സ്വമേധയാലോ അല്ലെങ്കിൽ ആ സംഘത്തിനെ മറ്റൊരു അംഗത്തെ എന്തിനാ അധികാരപ്പെടുത്തുകയോ രേഖാമൂലം എഴുതി അധികാരപ്പെടുത്തുകയോ ചെയ്യാം. എന്തിനാണ്? ഇൻസ്പെക്ട് അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി ഇൻ സോ ഫാർ ആസ് ദേ റിലേറ്റ് ടു ഇറ്റ്സ് ട്രാൻസാക്ഷൻ. ദ സമ്മറി ഓഫ് ഡിഫക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് along with the rectification report approved by the committee and the general body of the society. ഇപ്പൊ ഞാൻ മെമ്പർ ആയിരിക്കുന്ന സംഘത്തിൽ എനിക്ക് വേണമെങ്കിൽ നേരിട്ട് പോയി പരിശോധിക്കാം, അല്ലെങ്കിൽ അതേ സംഘത്തിലെ മറ്റൊരു മെമ്പറിനെ അധികാരപ്പെടുത്തിയും വിടാം എന്റെ കാര്യങ്ങൾ പരിശോധിക്കണം. എന്തൊക്കെ പരിശോധിക്കാനാ പറയുക? ദാറ്റ് ദേ റിലേറ്റ് ടു ഇറ്റ്സ് ട്രാൻസാക്ഷൻ, എന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സുകൾ പരിശോധിക്കാനും, അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റിലെ ഡിഫക്ട്സുകളുടെ സമ്മറി, അതോടൊപ്പം തന്നെ അത് എങ്ങനെ റെക്ടിഫൈ ചെയ്യും അല്ലെ, എങ്ങനെ പരിഹരിക്കും എന്നുള്ള റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് കമ്മിറ്റിയും പൊതുയോഗവും അംഗീകരിച്ച റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടൊക്കെ പരിശോധിപ്പിക്കാമെന്നാണ് പറയുക. ഓക്കെ, നിങ്ങൾ സ്വമേധയാ ചെയ്യാം, അല്ലെങ്കിൽ മറ്റൊരാളെ അധികാരപ്പെടുത്താം. നമ്മൾ അധികാരപ്പെടുത്താൻ പോകുന്ന വ്യക്തി അവിടുത്തെ മെമ്പർ ആയിരിക്കണമെന്നേ ഉള്ളൂ. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കും. നമുക്ക് ഏതൊരു ഓഫീസ് ടൈമിൽ വേണമെങ്കിലും പോയി പരിശോധിക്കാം. ഹെഡ് ഓഫീസിലായിരിക്കണം കേട്ടോ, ബ്രാഞ്ചസിലല്ല, HOയിൽ പോകണം. എന്നോട് പറയാണ് എ മെമ്പർ ഷാൽ ബി എൻടൈറ്റിൽഡ് ടു ഗെറ്റ് എ ട്രൂ കോപ്പി ഓഫ് ദ ഡോക്യുമെന്റ്സ് മെൻഷൻ ഇൻ സബ് റൂൾ 1. അപ്പൊ അവിടെ ഒന്നേയിൽ പറയാണ്, നമ്മളിപ്പോ സബ് റൂൾ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ ട്രൂ കോപ്പി മേടിക്കാം അല്ലെ. അവിടെ ഫീസ് പറയുന്നുണ്ട്. എത്രയാണ് ആ ഫീസ് എന്ന് പറയാം? ഓൺ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ ആൻഡ് ഓൺ പേയ്മെന്റ് ഓഫ് എ ഫീ ഓഫ് ₹3 പെർ ഈച്ച് പേജ് ഓഫ് ഡോക്യുമെന്റ്. ഓരോ പേജിനും ₹3 നിരക്കിൽ നമ്മൾ നൽകണം എന്നോർത്ത് വെച്ചേക്കുക. ഓക്കെ, കോപ്പിക്ക് ഓരോ പേജിനും ₹3. ഇനി അതല്ലാതെ പറയുന്നുണ്ട്, കോപ്പിക്കാണ് പറയുന്നത്, പേജിനാണ് അല്ലെ, ₹3 ഓരോ പേജിനും ₹3. അത് കൂടാതെ പറയുന്നുണ്ട് നമുക്ക് പരിശോധിക്കണമെങ്കിൽ അതിന് ഫീസ് കൊടുക്കണം. അവിടെ പറയാണ് ₹20 ദ മെമ്പർ ഷാൽ പേ ടു ദ സൊസൈറ്റി എ ഫീ ഫോർ ഇൻസ്പെക്ഷൻ അറ്റ് ദ റേറ്റ് സ്പെസിഫൈഡ് ഇൻ ദ ബൈലോ. ബൈലോയിൽ പറഞ്ഞ നിരക്കിലുള്ള റേറ്റ് കൊടുത്തെങ്കിലേ പരിശോധിക്കാൻ പറ്റുകയുള്ളൂ. ആ റേറ്റ് ഒരു കാരണവശാലും താഴെ പറയുന്ന, ഞാൻ കുറച്ച് റേറ്റ്സുകൾ പറയും, അതിൽ കൂടാൻ പാടില്ല. ബൈലോ പ്രകാരം നമ്മൾ ഫിക്സ് ചെയ്യുന്ന എമൗണ്ട് താഴെ പറയുന്നതിൽ കൂടാൻ പാടില്ല. അതായത് ഒരു വർഷത്തെ ഒരു കോപ്പറേറ്റീവ് ഇയറിലെ അക്കൗണ്ട്സുകളാണ് പരിശോധിക്കുന്നതെങ്കിൽ ₹25. പിന്നെ ഓരോ അഡീഷണൽ ആയിട്ട് വരുന്ന ഓരോ വർഷങ്ങൾക്കും 15. ഇപ്പൊ ഞാൻ ഒരു വർഷത്തെയാണെങ്കിൽ 25, 2 വർഷമാണെങ്കിൽ 25 15 എത്രയാണ് 25 15 40, 3 വർഷത്തെയാണെങ്കിൽ 40 15 55 അല്ലെ. 25 25 15 40 15 50 അങ്ങനെ കണക്കങ്ങ് പോവാണ്. ആദ്യത്തെ വർഷത്തിന് 25, പിന്നെ ഓരോ വർഷത്തിന്റെ പരിശോധനയ്ക്ക് ₹15 വീതം കേട്ടോ. പിന്നെ കോപ്പിക്കാണ് ഒരു പേജിന് ₹3 കൊടുക്കേണ്ടത്. ഇനിയും പറയുകയാണ്, നമ്മൾ ₹100 കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷത്തെ വേണമെങ്കിലും പരിശോധിക്കാം. ₹100 അവിടെ നമ്മൾ കൊടുക്കുക, ഇൻസ്പെക്ഷനുള്ള ഫീ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും പരിശോധിക്കാമെന്ന് ഓർത്ത് വെച്ചിട്ട് റൂൾ 25 ഇതിനെ കുറിച്ച് പറയുന്നത് കേട്ടോ. ചട്ടം 25 റൂള് 25 ഇതിനെ കുറിച്ച്
പറയുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്ത നല്ല ക്വസ്റ്റ്യൻ ആണ്. ഫോർ കൺവീനിങ് എ മീറ്റിംഗ് ടു കൺസിഡർ എ നോ കോൺഫിഡൻസ് മോഷൻ എഗെയിൻസ്റ്റ് പ്രസിഡന്റ്. അതായത് പ്രസിഡന്റിനെതിരെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കുമ്പോൾ അല്ലെ, ഫോർ കൺവീനിങ് മീറ്റിംഗ് അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എത്ര അവിടുത്തെ നമ്മൾ പറഞ്ഞു, രജിസ്ട്രാറിന്റെ മുൻപാകെ നമ്മൾ ഇത് കൊടുക്കും, ഒരു നോട്ടീസ് കൊടുക്കും. രജിസ്ട്രാർ ഒരു ഓഫീസറിനെ അധികാരപ്പെടുത്തും. ആ വ്യക്തിയായിരിക്കും എന്ത് ചെയ്യുക, ഈ മീറ്റിംഗ് വിളിച്ചു ചേർക്കുക. ഓക്കെ, അങ്ങനെ ഈ മീറ്റിംഗ് വിളിച്ചു ചേർക്കുന്നതിന് എത്ര ദിവസം മുമ്പ് ക്ലിയർ ഡേയ്സ് നോട്ടീസ് എത്ര ദിവസം മുൻപായിട്ട് ആ നോട്ടീസ് എല്ലാ ബോർഡ് മെമ്പേഴ്സിനും നൽകണമെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു അങ്ങനെ മീറ്റിംഗ് ഫിക്സ് ചെയ്തതിന് 3 ദിവസം മുമ്പ്. ഓപ്ഷൻ ബിയിൽ പറയുന്നു 7 ദിവസം മുൻപ്. ഓപ്ഷൻ സിയിൽ പറയുന്നു 15 ദിവസം. ഓപ്ഷൻ ഡിയിൽ പറയുന്നു 10 ദിവസം. എത്രയാണ് നമ്മൾ ഓൾറെഡി ഒന്ന് പറഞ്ഞായിരുന്നു അല്ലെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞത് 15 ദിവസം ആണ് എന്ന് ഓർത്ത് വിളിച്ചേക്ക്. എത്രയാണോ 15 ഡേയ്സിന് മുമ്പ് നമ്മൾ ക്ലിയർ ഡേയ്സ് നോട്ടീസ് കൊടുക്കണം കേട്ടോ. അത് കൊടുക്കുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ രജിസ്ട്രാറിന് മുൻപാകെയാണ് ഇന്ന പോലെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ നോട്ടീസ് ഫോർ ഇന്റൻഷൻ എന്താ പറയുന്നുണ്ട്, ഒരു നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കാനുള്ള ആഗ്രഹമുണ്ട്, ഇന്റൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കണം. ഓക്കെ, അപ്പം ആ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ ആരെ അധികാരപ്പെടുത്തും, ഒരു ഉദ്യോഗസ്ഥനെ അധികാരപ്പെടുത്തും. അദ്ദേഹമായിരിക്കും ആ ഒരു നോ കോൺഫിഡൻസ് മോഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്യുന്ന പറയുക, അദ്ദേഹത്തെ രജിസ്ട്രാർ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാവർക്കും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാതെയും ഡേറ്റ് ഫിക്സ് ചെയ്ത ഡേറ്റിന് 15 ദിവസം മുൻപെങ്കിലും നോട്ടീസ് എല്ലാ അംഗങ്ങൾക്കും കൊടുക്കും. ഓക്കെ, ഈ മീറ്റിംഗിന് പ്രിസൈഡ് ചെയ്യുന്നത്, അതായത് നമ്മളിങ്ങനെ വിളിച്ചു ചേർക്കുന്ന ആ മീറ്റിംഗ് പ്രിസൈഡ് ചെയ്യുന്നത് ആര് തന്നെയായിരിക്കും, അതും ഈ ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും. രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് അധികാരപ്പെടുത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും ആ മീറ്റിംഗും എന്ത് ചെയ്യുന്നത്, കൈകാര്യം മീറ്റിംഗിന്റെ അധ്യക്ഷൻ പ്രിസൈഡിംഗ് ഓഫീസർ എന്ന് ഓർത്ത് വെച്ചത് അല്ലെ, അത് പ്രിസൈഡ് ചെയ്യുന്നത്. അദ്ദേഹം എന്ത് ചെയ്യും, ആ ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇപ്പോൾ ഒരു ദിവസം 10 മണിക്കാണ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത്, സമയം ഫിക്സ് ചെയ്തതെങ്കിൽ ഉദാഹരണം ഞാൻ സഹിതം പറയാം. അപ്പം 10/5/2026 10 AM 10 മണിക്കാണ് മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കും. ഓക്കെ, എന്നാണ് 10/5/2026 10 മണിക്ക് മുൻപായിട്ടാണ് അവിടെ മീറ്റിംഗ് എന്ത് ചെയ്തിട്ടുള്ളത്, ആ മീറ്റിംഗ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ മീറ്റിംഗ് നടത്താനുള്ള ദിവസം തീരുമാനിച്ചത് 10/5/26 10 മണിക്കാണെന്ന് വിചാരിക്കുക. അപ്പൊ ഇതിന് 15 ദിവസം മുമ്പ് തന്നെ ഇദ്ദേഹം എല്ലാവർക്കും നോട്ടീസ് കൊടുക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇപ്പോഴും ഓർത്ത് വെച്ചേക്കുക, ഈ ഒരു മീറ്റിംഗ് നമുക്ക് ഒരു കാരണവശാലും അഡ്ജേൺ ചെയ്യാൻ പറ്റില്ല, മാറ്റി വെക്കാൻ പറ്റത്തില്ല, ഉപേക്ഷിക്കത്തേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ഈ 10/5/2026 രാവിലെ 10 മണിയാകുമ്പോഴത്തേക്ക് അദ്ദേഹം ഓഫീസിൽ വരും. അതായത് ഈ മീറ്റിംഗ് വിളിച്ചു ചേർന്ന് ഞാൻ പറഞ്ഞു രജിസ്ട്രാർ ഓഫീസിൽ അധികാരപ്പെടുന്ന വ്യക്തി, അദ്ദേഹമാണ് എല്ലാവരും നോട്ടീസ് ആക്കി കൊടുത്തത് കേട്ടോ. അദ്ദേഹം വന്നിട്ട് അദ്ദേഹം എത്ര നേരം നോക്കും, അദ്ദേഹം കറക്റ്റ് 1/2 മണിക്കൂറോട് നോക്കും. അതായത് ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിന്റെ പകുതി ആൾക്കാരെങ്കിലും എത്തിയില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ, ടോട്ടൽ മാനേജിംഗ് കമ്മിറ്റിക്കാരുടെ പകുതി ആൾക്കാരെങ്കിലും എത്തിയെങ്കിലേ അദ്ദേഹം എന്ത് നടത്തുകയുള്ളൂ, ഈ ഒരു നോ കോൺഫിഡൻസ് മോഷനുള്ള ഒരു മീറ്റിംഗ് നടത്തുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. പക്ഷേ അദ്ദേഹം വന്ന് 10 മണിക്കാണ് മീറ്റിംഗ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ, സമയം പറഞ്ഞിട്ടുള്ളതെങ്കിൽ അദ്ദേഹം കറക്റ്റ് പ്രോപ്പറായിട്ട് 1/2 മണിക്കൂറോടെ നോക്കും, 10:30 വരെ നോക്കും. 10:30 പകുതി ആൾക്കാരെങ്കിലും വന്നെങ്കിലേ മീറ്റിംഗ് നടത്തുകയുള്ളൂ. ഒരു കാരണവശാലും മീറ്റിംഗ് മാറ്റി വെക്കില്ല. അത് എപ്പോഴും ഓർത്തേക്ക, മീറ്റിംഗ് അഡ്ജേൺ ചെയ്യില്ല, മാറ്റി വെക്കില്ല, ഉപേക്ഷിക്കത്തേ ഉള്ളൂ. ഓക്കെ, 1/2 മണിക്കൂർ നോക്കും. 1/2 മണിക്കൂർ നോക്കിയിട്ട് പകുതി പേരെങ്കിലും വന്നില്ല എന്നുണ്ടെങ്കിൽ സംഗതി അദ്ദേഹം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം ഓഫീസിലേക്ക് പോകും എന്ന് ഓർത്ത് വെച്ചത്. പിന്നെ അവിടെ എന്ത് ചെയ്യാറുണ്ട്, ചർച്ച നടത്തും. ഇപ്പൊ എല്ലാവരും വന്നു വിചാരിക്കുക, ഓക്കെ, നല്ല രീതിയിൽ തന്നെ ആൾക്കാരൊക്കെ വന്നു. അപ്പൊ ഇദ്ദേഹം ഈ മോഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയും, ചർച്ച നടത്തിക്കും, ഡിബേറ്റ് ചെയ്തോളാൻ പറയും. അദ്ദേഹം ഒന്നിനും ഇടപെടില്ല, അദ്ദേഹം ജസ്റ്റ് മോണിറ്റർ ചെയ്യും, ഇതെല്ലാം പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യും. അവസാനം അവിടെ ഒരു വോട്ടെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കും എന്ന് ഓർത്ത് വെച്ച്. അപ്പൊ അത് ആ വിശ്വാസ പ്രമേയം പാസ്സാകുകയാണെങ്കിൽ പ്രസിഡന്റ് അല്ല വൈസ് പ്രസിഡന്റ് രാജിവെക്കേണ്ടി വരും. ഇല്ലെങ്കിൽ രാജിവെച്ചിട്ട് 2 ദിവസത്തിനകമായിട്ട് അവരെ അവിടുന്ന് ആ സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്ന് ഓർത്ത് വെച്ചേക്കുക. നോ കോൺഫിഡൻസ് മോഷൻ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ ഈ മീറ്റിംഗ് നോ കോൺഫിഡൻസ് മോഷൻ പരാജയപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ മീറ്റിംഗ് ഉപേക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ മാറ്റി വെക്കാൻ പറ്റത്തില്ല, അന്ന് ആൾ വന്നില്ല ഉപേക്ഷിക്കും, അങ്ങനെ ഉപേക്ഷിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഇനി നമുക്ക് ആ ഒരു പ്രസിഡന്റിന്റെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ 6 മാസം കഴിയണം. ഒന്നുകിൽ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ അവിശ്വാസ പ്രമേയം പരാജയപ്പെടുകയോ ചെയ്താൽ അടുത്ത നോട്ടീസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 6 മാസം കഴിയണം. പിന്നെ പുതിയതായിട്ട് ഒരു പ്രസിഡന്റ് ചാർജ് എടുത്തു കഴിഞ്ഞാൽ ചാർജ് എടുത്ത് 6 മാസത്തിന് ശേഷം മാത്രമേ നോ കോൺഫിഡൻസ് മോഷൻ അവതരിപ്പിക്കാൻ പറ്റുകയുള്ളൂ എന്നും കൂടെ പ്രത്യേകിച്ചു വിശദമായിട്ട് ഇവിടെ പറയുന്നത് റൂള് 43A പറയുന്നുണ്ട് കേട്ടോ. റൂള് 43A പറയുന്നുണ്ട് എന്ന് ഓർത്ത് വെച്ചിരിക്കുക. ക്ലിയർ? ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മാച്ച് ദ ഫോളോയിങ് വിത്ത് റെഫറൻസ് ടു പീരിയഡ് ഫോർ വിച്ച് അക്കൗണ്ട്സ് ബുക്സ് ആർ ടു ബി മെയിൻറ്റൈൻഡ്. അപ്പൊ ഓരോ ബുക്കുകളും എത്ര വർഷമാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം.
എവിടെയാണ് ഇത് പ്രതിപാദിക്കുന്ന വെച്ചാൽ റൂള് 31 കേട്ടോ. ചട്ടം 31 പറയാ. റൂള് 31 പറയാണ് പീരിയഡ് ഫോർ വിച്ച് എന്താണ് പറയുന്നത്, ആ പീരിയഡ് പറയുന്നുണ്ട് ഫോർ വിച്ച് അക്കൗണ്ട് ബുക്സ് ആർ ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റി. മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ നമുക്കത് വളരെ വിശദമായിട്ട് നോക്കാം. ആദ്യം സസ്പെൻസ് അക്കൗണ്ടിനെ കുറിച്ചാണ് പറയുന്നത്. സസ്പെൻസ് അക്കൗണ്ട് അല്ലെ, നമ്മൾ സസ്പെൻസ് അക്കൗണ്ടുകളൊക്കെ സൂക്ഷിക്കാറുണ്ട്. ചില സാഹചര്യങ്ങൾ ടാലി ആകാതെ വരുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ പൈസ ഒക്കെ വരുന്ന സമയത്ത് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ഇട്ട് വെക്കാറുണ്ട്. നമ്മൾ പഠിക്കാറുണ്ട്. നിങ്ങൾ നാളെ ബാങ്കിലേക്ക് ചെല്ലുന്ന സമയത്ത് അത് ചെയ്യാറുമുണ്ട് കേട്ടോ. കാരണം സസ്പെൻസ് അക്കൗണ്ട് ചില സാഹചര്യത്തിൽ ക്രിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ സസ്പെൻസ് അക്കൗണ്ട് എത്ര വർഷമാണെന്നാണ് ചോദ്യം. സസ്പെൻസ് അക്കൗണ്ട് എത്ര വർഷത്തേക്കായിരിക്കും? ആ സസ്പെൻസ് അക്കൗണ്ട് 5 വർഷത്തേക്കായിരിക്കും. ഓക്കെ, സസ്പെൻസ് അക്കൗണ്ട് എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കായിരിക്കും എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അടുത്തത് റിസർവ് ഫണ്ട് ലെഡ്ജർ ആണ്. ഓക്കെ, ഏതാണ്? റിസർവ് ഫണ്ട് ലെഡ്ജറിനെ കുറിച്ചാണ് പറയുന്നത്. റിസർവ് ഫണ്ട് ലെഡ്ജർ എത്ര നാളത്തേക്കാണ്? പെർമനന്റ് ആണ് കേട്ടോ. റിസർവ് ഫണ്ട് ലെഡ്ജർ നമ്മൾ പെർമനന്റ് ആയിട്ട് നമ്മൾ സൂക്ഷിക്കണം. അടുത്താണ് ഡിവിഡന്റ് രജിസ്റ്റർ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു രജിസ്റ്റർ തന്നെയാണ് ഏതെന്ന് പറഞ്ഞ ഡിവിഡന്റ് രജിസ്റ്റർ. അപ്പൊ ഡിവിഡന്റ് രജിസ്റ്റർ എത്ര വർഷത്തേക്കാണ് സൂക്ഷിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ എത്ര വർഷത്തേക്കാണ് ഡിവിഡന്റ് രജിസ്റ്റർ? 7 വർഷത്തേക്കാണെന്ന് ഓർത്ത് വെച്ചത്. 7 ഇയേഴ്സിലേക്ക്. പിന്നെ രജിസ്റ്റർ ഓഫ് ജോയിന്റ് പർച്ചേസ് എത്രയിലേക്കാണ്? 3 വർഷത്തേക്ക് എന്ന് ഓർത്ത് വെച്ചു. ഇപ്പൊ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ സി ആണ്. സോറി, ഓപ്ഷൻ ബി ആണ് വരിക കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. ഓക്കെ, അത് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഇവിടെ കുറെ അധികം ബുക്കുകളെ കുറിച്ചൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ പെർമനന്റ് ആയിട്ട് കുറെ അധികം ബുക്കുകളുണ്ട്. ഫോർ എക്സാമ്പിൾ സംഘത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വിത്ത് ബൈലോ അല്ലെ പറയുന്നുണ്ട്. പിന്നെ ബൈലോ അമെന്റ്മെന്റുകൾ പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കണം. അഡ്മിഷൻ രജിസ്റ്റർ വിത്ത് ലിസ്റ്റ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. അഡ്മിഷൻ രജിസ്റ്റർ, അംഗത്വ രജിസ്റ്റർ അല്ലെ, എന്തിന്റെ ഷെയർ ഹോൾഡേഴ്സിന്റെ ലിസ്റ്റ് ഉള്ളത് പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കണം. പിന്നെ 3A രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് എലിജിബിൾ ടു വോട്ട് ചെയ്യാൻ അർഹതപ്പെട്ട മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് വേണം. ഡേ ബുക്ക് വേണം. പിന്നെ ലെഡ്ജർ ഓഫ് ഡെപ്പോസിറ്റ് ആൻഡ് അതർ ബോറോവിങ്സ് പെർമനന്റ് ആണ്. റിസർവ് ഫണ്ട് ലെഡ്ജർ ഓടി നമ്മൾ ഇതിനകത്ത് പറഞ്ഞു എത്രയാണ് പെർമനന്റ് ആണ്. പിന്നെ ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് പെർമനന്റ് ആണ്. പ്രോപ്പർട്ടി സ്റ്റേറ്റ്മെന്റ് ഓഫ് മെമ്പേഴ്സ് പെർമനന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇൻ അതർ ഇൻസ്റ്റിറ്റ്യൂഷൻ, മറ്റേ ഇൻസ്റ്റിറ്റ്യൂഷനുള്ള ഇൻവെസ്റ്റ്മെന്റ് അക്കൗണ്ട് പെർമനന്റ് ആണ്. ആക്ട് ആൻഡ് റൂൾസ്, മിനിറ്റ്സ് ബുക്ക്, ഷെയർ വിഡ്രോവൽ രജിസ്റ്റർ, രജിസ്റ്റർ ഓഫ് ഇമോൾ പ്രോപ്പർട്ടി ഓഫ് ഡിഫോൾട്ടേഴ്സ് ബ്രോട്ട് ഇൻ ഓപ്ഷൻ, രജിസ്റ്റർ ഓഫ് ഫ്ലൂയിഡ് റിസോഴ്സ്, ജനറൽ ലെഡ്ജർ, ഇൻവെസ്റ്റ്മെന്റ് രജിസ്റ്റർ, ജനറൽ ഇൻഫർമേഷൻ രജിസ്റ്റർ, അങ്ങനെ തുടങ്ങി കുറെ അധികം, ഏകദേശം നമുക്ക് ടോട്ടലായിട്ട് 65 കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട് കേട്ടോ. ഇത്രയും 65 എണ്ണത്തെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ വരുന്നതാണ് ക്രെഡിറ്റ് ലിമിറ്റ് സ്റ്റേറ്റ്മെന്റ് 3 വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക. റെക്ടിഫിക്കേഷൻ രജിസ്റ്റർ 5 വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ചിട്ടിയുമായി ബന്ധപ്പെട്ട ചിട്ടി ലെഡ്ജർ, ചിട്ടി ഡേ ബുക്ക്, ചിട്ടി മിനിറ്റ്സ് ബുക്ക്, ചിട്ടിക്ക് ലെഡ്ജർ വേണം, ഡേ ബുക്ക് വേണം, മിനിറ്റ്സ് ബുക്ക് വേണം. ബാങ്കിൽ കയറുമ്പോൾ നിങ്ങൾ കാണും, അത് 12 വർഷം. അക്വിറ്റൻസ് റൂൾ, ശമ്പളമൊക്കെ എഴുതി മുടിക്കത്തില്ലേ, അത് 10 വർഷം. പിന്നെ വൗച്ചർ ഫയൽ 5 വർഷം എന്ന് ഓർത്ത് വെച്ചേക്കുക. ലോൺ ലെഡ്ജർ പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കണം. നാളെ എന്തെങ്കിലുമൊക്കെ ഒരു തർക്കം ഉണ്ടായി എടുത്ത് കാണിക്കാൻ ലോൺ ലെഡ്ജർ പെർമനന്റ് ആയിട്ട് സൂക്ഷിക്കണമെന്നും ഓർത്ത് വെച്ചേക്കുക. അടുത്തതാണ്, ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ സർപ്ലസ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ലയബിലിറ്റീസ് ഓഫ് എ സൊസൈറ്റി അണ്ടർ ലിക്വിഡേഷൻ ഷാൾ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഡിസൈഡ് ബൈ. അപ്പൊ നമ്മള് സംഘത്തിന്റെ എല്ലാ ബാധ്യതകളും കൊടുത്തു തീർത്തതിന് ശേഷം എന്തെങ്കിലും തുക അവിടെ സർപ്ലസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ, ലിക്വിഡേഷൻ പ്രക്രിയയുമായി ബന്ധപ്പെട്ട് സംഘത്തിന്റെ എല്ലാ ബാധ്യതകളും നമ്മൾ കൊടുത്തു തീർക്കും അല്ലെ. അങ്ങനെ എല്ലാ ബാധ്യതകളും കൊടുത്തു തീർത്തതിന് ശേഷം പൈസ മിച്ചമുണ്ടെങ്കിൽ അത് സർപ്ലസ് ആഫ്റ്റർ മീറ്റിംഗ് ഓൾ ലയബിലിറ്റീസ് ഓഫ് എ സൊസൈറ്റി അണ്ടർ ലിക്വിഡേഷൻ ഷാൾ ബി യൂട്ടിലൈസ്ഡ് ഫോർ ദ പർപ്പസ് ഡിസൈഡ് ബൈ. അപ്പൊ അതായത് താഴെ പറയുന്നതില് ആര് തീരുമാനിക്കുന്ന പർപ്പസുകൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഈ ലിക്വിഡേഷൻ കഴിഞ്ഞിട്ടുള്ള മിച്ചമുള്ള ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഓപ്ഷൻ എ ലിക്വിഡേറ്റർ. ലിക്വിഡേറ്റർ തീരുമാനിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. ഓപ്ഷൻ ബി രജിസ്ട്രാർ. ഓപ്ഷൻ സി ജനറൽ ബോഡി മീറ്റിംഗ് കൺവീൻ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് ദ വൈൻഡിങ് അപ്പ്. ഓപ്ഷൻ ഡി ഗവൺമെന്റ് ആണ് അല്ലെ. നമ്മളൊരു ലാസ്റ്റ് ജനറൽ ബോഡി ഒക്കെ വിളിക്കാറുണ്ട് 69-9. അത് പ്രകാരം അവിടെ നമ്മൾ തീരുമാനിക്കും മിച്ചമുണ്ടെങ്കിൽ ഈ പൈസ നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാമെന്ന് നമ്മൾ അവിടെ തീരുമാനിക്കുമെന്ന് ഓർത്ത് വെച്ചേക്കും കേട്ടോ. വളരെ പ്രധാനപ്പെട്ടതാണ്, ചോദിക്കുന്നുണ്ട്. 69-9 പ്രകാരമാണ് നമ്മൾ ലാസ്റ്റ് ജനറൽ ബോഡി മീറ്റിംഗ് വിളിച്ചു ചേർക്കുക, ലിക്വിഡേറ്റർ വിളിച്ചു ചേർക്കും, അതിന് കുറവൊന്നുമില്ല. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ ഡാഷ് ഓഫ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ആക്ട് 1984
ഷാൾ അപ്ലൈ ടു പാക്സ് ഓൾസോ. ഓക്കെ, ഓപ്ഷൻ എയിൽ പറയുന്നു സെക്ഷൻ 10 to 15. ഓപ്ഷൻ ബിയിൽ പറയുന്നു സെക്ഷൻ 9 to 15. ഓപ്ഷൻ സിയിൽ പറയുന്നു സെക്ഷൻ 19 to 28. ആൻഡ് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞു സെക്ഷൻ 9 to 15 ആൻഡ് 19 to 28. വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എന്താണ് അർത്ഥമാക്കുക? അതായത് KS കാർഡ് ബാങ്ക് ആക്ട് പഠിച്ചിട്ടുണ്ട്. നമ്മുടെ കേരള സംസ്ഥാനത്ത് ലോങ് ടൈം ലോൺ കൊടുക്കുന്നതിൽ അപ്പെക്സ് ലെവലിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ് KS കാർഡ് ബാങ്ക് അല്ലെ. KS കാർഡ് ബാങ്ക് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക്. പഴയ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്ന് കേട്ടില്ല നമ്മൾ അല്ലെ. പഴയ ആൾക്കാരെന്ന് ചോദിച്ചാൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എന്നാ പറയാ, ഭൂപണയ ബാങ്ക് എന്ന് പറയും അല്ലെ. അപ്പൊ ഇത് ഗഹാനെ കുറിച്ചാണ് അത് മനസ്സിലാക്കുക. KS കാർഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ പഴയ എന്താണ് ലാൻഡ് മോർഗേജ് ബാങ്ക് ആണ്. അപ്പൊ ലാൻഡ് മോർഗേജ് ബാങ്കുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ് ലാൻഡ് മോർഗേജ് ബാങ്കിന്റെ ബർത്ത് പ്ലേസിനെ കുറിച്ച് ഓർത്ത് വെച്ചേക്കുക അല്ലെ. ആ ബർത്ത് പ്ലേസ് ഓഫ് ലാൻഡ് മോർഗേജ് ബാങ്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജർമ്മനിയാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. എവിടെയാണ്? ജർമ്മനിയാണ്. ലോകത്തിലെ ആദ്യത്തെ ലാൻഡ് മോർഗേജ് ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ദ സിലേഷ്യൻ ലാൻഡ് സ്കാഫ്റ്റ് അല്ലെങ്കിൽ ലാൻഡ് സ്കാഫ്റ്റ് എങ്ങനെ വേണം വായിക്കാം. ദ സിലേഷ്യൻ ലാൻഡ് സ്കാഫ്റ്റ് ആണ് ജർമ്മനിയിൽ. അപ്പം അത് ഇഷ്ടം ഓർത്ത് വെച്ചിട്ടുണ്ട്. അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ ബർത്ത് പ്ലേസ് ജർമ്മനി തന്നെയാണ്. അപ്പൊ ഇവിടെ സെക്ഷൻ ഏത് മുതൽ ഏത് വരെയാണ്? അപ്പൊ ഗഹാനെ കുറിച്ചാണ് പ്രതിപാദിക്കുക. ഗഹാൻ അല്ലെ. ഗഹാൻ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ഓർക്കും എന്തോ വലിയ സംഭവമാണ്. നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഓർക്കും എന്തോ വലിയൊരു സംഭവമാണ് ഗഹാൻ എന്നാണ് എല്ലാവരും തെറ്റിദ്ധരിച്ചേക്കുന്നത്. ഒന്നുമില്ല. ഗഹാൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ലോൺ ബാങ്കിൽ ഈട് കൊടുത്ത് ലോൺ എടുക്കുമ്പോൾ അതിന്റെ ചാർജ്, അതിന്റെ അവകാശം നമ്മൾ ബാങ്കിൽ എഴുതി കൊടുക്കുന്നതാണ് അല്ലെ. ചാർജ് എന്നാ പറയുക. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഗഹാൻ എന്ന് പറയുന്നത് എന്താണ്? ആ ചാർജ് എന്നാ പറയുക. ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി എന്നാണ് വിശേഷിപ്പിക്കുക അല്ലെ. എന്താണ്? ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി ഓഫ് എ ബോറോവൻ ഇൻ ഫേവർ ഓഫ് ദ ബാങ്ക്. ബാങ്കിന് ഫേവർ ആക്കിക്കൊണ്ട് അതിന്റെ ആ പ്രോപ്പർട്ടി മൂവബിൾ ആയിക്കോട്ടെ ഇമ്മൂവബിൾ ആയിക്കോട്ടെ അതിന്റെ ആ ഒരു അവകാശം ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. ബാങ്കിന് എന്താണ് ഫേവർ ആയിക്കൊണ്ട് നമ്മൾ എഴുതി കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. അത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി ചെയ്യണമായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ബാങ്കിന് ഓരോ ബാങ്കിനും സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്ന് എന്താണ് നമുക്ക് നമ്മുടെ ബാങ്കിൽ തന്നെ ഇത് ചെയ്യാം. നമുക്കൊരു ID പാസ്വേഡ് ഉണ്ട്. രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ കയറുക. നമുക്ക് ഒരു ID ആൻഡ് പാസ്വേഡ് ഉണ്ട്. ഏകദേശം ഒരു 4 സ്റ്റേജ് ആയിട്ടാണ് ഇത് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ആദ്യം ആളുടെ പേര്, പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സർവേ, റീസർവേ, ഓൾഡ് സർവേ, സബ് ഡിവിഷൻ നമ്പറുകൾ, തണ്ടപ്പേര് നമ്പർ, അങ്ങനെ കുറെ നമ്പറുകളൊക്കെ അടിച്ചു കൊടുക്കുന്നു. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. അവസാനമാണ് ഗഹാൻ ക്രിയേറ്റ് ചെയ്യുന്നു. സെക്രട്ടറിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചറോട് കൂടി അത് സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് പോകുന്നു. അവർ അപ്രൂവ് ചെയ്ത് വിടുന്നു. അങ്ങനെ നമ്മൾ ഗഹാൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ലോൺ അടച്ച് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഗഹാൻ ഇവിടെ റിലീസും ചെയ്യേണ്ടി വരും. അപ്പൊ ഗഹാൻ ക്രിയേഷനും ഉണ്ട്, ഗഹാൻ റിലീസും ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അപ്പൊ ഈ ഗഹാനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഇപ്പൊ നമ്മുടെ പിള്ളേർ വെച്ച് നമ്മൾ പിള്ളേർ പറഞ്ഞു എന്താണ് പറയാ, സെക്ഷൻ എല്ലാവരും പഠിക്കാനുള്ള സെക്ഷൻ 36A, പിന്നെ റൂള് 51A എല്ലാവർക്കും അറിയാം. ഫോം നമ്പർ 8A, ഫോം നമ്പർ 8Aയിലാണ് എഴുതി കൊടുക്കുന്നത്. ഗഹാനെ കുറിച്ച് പറയുന്ന സെക്ഷൻ 36A, പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്ന റൂൾ ചട്ടം 51A എന്നാണ് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത്. പക്ഷെ ആക്ച്വലി ഗഹാനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് ഞാൻ പറയും KS കാർഡ് ബാങ്ക് ആക്ടിലാണ്. KS കാർഡ് ബാങ്ക് ആക്ടിലാണെന്ന് ഓർത്ത് വെച്ചേക്ക്. KS കാർഡ് ബാങ്ക് ആക്ട് എന്ന് പറയുന്നത് 1984 ആക്ട് നമ്പർ 20 എന്നും കൂടെ ഓർത്തേക്ക്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അതിന് ചരിത്രമുണ്ട് കേട്ടോ. ലോങ് ടൈമിലേക്ക് വരുമ്പോൾ അതിന്റെ ചരിത്രങ്ങളെ കുറിച്ചൊക്കെ പഠിക്കണം. അപ്പൊ ഇവിടെ ഏത് സെക്ഷൻ മുതൽ ഏത് സെക്ഷൻ വരെയാണ് ഗഹാനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ പറയുന്നുണ്ട് സെക്ഷൻ 9 to 15 ആൻഡ് സെക്ഷൻ 19 to 28. ഈ രണ്ട്, അതായത് 9 മുതൽ 15 അതുപോലെ തന്നെ 19 മുതൽ 28 KS കാർഡ് ബാങ്ക് ആക്ടിലെ സെക്ഷൻ 9 മുതൽ 15 വരെയും അതോടൊപ്പം തന്നെ സെക്ഷൻ 19 മുതൽ 28 വരെയും ഗഹാനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് മക്കളെ ഒന്ന് ഓർത്തേക്ക്. ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. കാരണം ഇത് അമെന്റ്മെന്റിൽ കൂടെ വന്നതാണ് അല്ലെ. ഗഹാൻ അവിടെ ഓൾറെഡി നേരത്തെ 10 to 15 ആയിരുന്നു. നേരത്തെ 10 to 15 ആയിരുന്നു. വെറും 10 മുതൽ 15 വരെയുള്ള വകുപ്പുകളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് 9 മുതൽ 15, 19 മുതൽ 28 വരെയുള്ള വകുപ്പുകളിലേക്കും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സോ മസ്റ്റ് ആയിട്ട് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ഗഹാൻ എന്ന് പറയാ ക്രിയേറ്റിംഗ് ചാർജ് ഓൺ മൂവബിൾ ഓർ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി. പിന്നെ ഗഹാൻ എന്താണ് ആ ഒരു മോർഗേജിനെ പോലെ തന്നെയാണ് കേട്ടോ. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, ഞാൻ പറയുക ഗഹാൻ ഹാവ് ഓൾ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ വാലിഡ് മോർഗേജ്. അതും കൂടെ ഒന്ന് പഠിച്ചേക്കുക. ഒരു വാലിഡ് മോർഗേജിന്റെ എല്ലാ ഫീച്ചറും എന്തിനുണ്ട്? ഗഹാൻ ഉണ്ട് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നല്ലതാണ്. അത് മൂവബിൾ പ്രോപ്പർട്ടി അക്യൂർഡ് ബൈ എ സൊസൈറ്റി ത്രൂ എ സെയിൽ ബൈ ദ സെയിൽ ഓഫീസർ ഫോർ ദ റിയലൈസേഷൻ ഓഫ് ലോൺ അമൗണ്ട് ഷാൾ ബി ഡിസ്പോസ്ഡ് ഓഫ് ബൈ ദ സൊസൈറ്റി വിത്തിൻ ഡാഷ് ഫ്രം ദി അക്വിസിഷൻ എന്നാണ് പറയുക. അതായത് ഒരു സെയിൽ ഓഫീസർ, നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ
നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഒരാൾ വസ്തു ഈട് വെച്ച് ലോൺ എടുക്കുന്നു. നമുക്കറിയാം അങ്ങനെ പൈസ അടയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കാലാവധി കഴിഞ്ഞ് 3 വർഷത്തിനകമായിട്ട് നമ്മൾ ആർബിട്രേഷൻ കേസ് ഫയൽ ചെയ്യുന്നു. അത്രേ ഓർത്ത് സിമ്പിൾ ആയിട്ട് ഓർത്താൽ സെക്ഷൻ 69 പ്രകാരം ഡിസ്പ്യൂട്ട് വെച്ചുകൊണ്ട് നമ്മൾ ബാങ്കിങ് ഡെവലപ്പറാണ് കേസ് ഫയൽ ചെയ്യുന്നു. ആർബിട്രേഷൻ എന്ന് പറയും അല്ലെ. കേസ് ഫയൽ ചെയ്യുന്നു, ഒരു ആർബിട്രേറ്റർ വരുന്നു. ആർബിട്രേറ്റർ മധ്യസ്ഥനായിരിക്കും. നമ്മൾ പറയുകയാണ് മോണിറ്ററി ഡിസ്പ്യൂട്ട് രജിസ്ട്രാറിന് മുൻപാകെ ഫയൽ ചെയ്യണം. രജിസ്ട്രാറിന് മുൻപാകെ ഫയൽ ചെയ്യുമ്പോൾ അദ്ദേഹം ഒരു ആർബിട്രേറ്റർ, സീനിയർ ഇൻസ്പെക്ടർ ഒക്കെ ആയിരിക്കും വരിക. ഒരു ആർബിട്രേറ്റർ വരുന്നു, അദ്ദേഹം മധ്യസ്ഥത വഹിക്കുന്നു, ബാങ്കിന് പറയാനുള്ളതും കേൾക്കുന്നു, കസ്റ്റമറിന് പറയാനുള്ളതും കേൾക്കുന്നു, അവർക്ക് സാവകാശം കൊടുക്കുന്നു. എന്നിട്ട് ഒരു പൈസ അടയ്ക്കുന്നില്ലെങ്കിൽ അത് ജപ്തിയിലേക്ക് പോകുന്നു. സെയിൽ ഓഫീസറിനെ കൊണ്ട് സെയിൽ ചെയ്യിക്കുന്നു ഓർത്താൽ മതി. അങ്ങനെ നമ്മൾ ബാങ്കിന്റെ പേരിൽ കൊള്ളിക്കുന്ന ആ ഒരു ഇമ്മോൾ പ്രോപ്പർട്ടി അല്ലെ, അതായത് ഇമ്മോൾ പ്രോപ്പർട്ടി അക്യൂർഡ് ബൈ എ സൊസൈറ്റി അക്യൂർ ചെയ്യുന്ന ഇമ്മോൾ പ്രോപ്പർട്ടി എങ്ങനെ ത്രൂ എ സെയിൽ ബൈ സെയിൽ ഓഫീസർ. ആ നമുക്ക് കൊടുത്ത ലോൺ എമൗണ്ട് നമുക്ക് വസൂലാക്കണം, അത് ജപ്തി ചെയ്യും അല്ലെ. നമ്മളത് കേസ് കളിച്ചാൽ നമ്മുടെ ബാങ്കിന്റെ പേരിൽ കൊള്ളിക്കും. അത് അങ്ങനെ ചെയ്ത് എത്ര നാളുകൾക്കായിട്ട് നമ്മൾ അത് ഡിസ്പോസ് ഓഫ് ചെയ്യണം എന്നാ പറയുക. ഓക്കെ, നമ്മുടെ ബാങ്കിന്റെ പേരിൽ കൊള്ളിച്ചിട്ടുള്ള ആ സെയിൽ ഓഫീസർ എന്നാണ് അക്യൂർ ചെയ്തിട്ടുള്ള ഇമ്മോൾ പ്രോപ്പർട്ടി, ആ അക്വിസിഷൻ മുതൽ എത്ര നാളുകൾക്കായിട്ട് നമ്മൾ അത് സെറ്റ് ചെയ്തിരിക്കണം. എങ്ങനെയാണെങ്കിലും അത് വസൂല ഡിസ്പോസ് ഓഫ് ചെയ്യണമെന്നാണ് പറയുക. ഓപ്ഷൻ എയിൽ പറയുന്നു 3 വർഷം, ഓപ്ഷൻ ബിയിൽ പറയുന്നു 5 വർഷം, ഓപ്ഷൻ സിയിൽ പറയുന്നു 7 വർഷം, ഓപ്ഷൻ ഡിയിൽ പറയുന്നു 12 വർഷം. അപ്പൊ എത്ര നാളുകൾക്കായിട്ട് ഇത് ചെയ്തിരിക്കണം മക്കളെ? എത്ര നാളുകൾക്കായിട്ട് നമ്മൾ ഡിസ്പോസ് ഓഫ് ചെയ്യണമെന്നാണ് ചോദ്യം. വളരെ വിശദമായിട്ട് വകുപ്പ് 56 പറയുന്നുണ്ട്. എവിടെയാ പറയുന്നത്? വകുപ്പ് 56 വളരെ വിശദമായിട്ട് പറയുന്നത് ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് പറയും. എന്താണ് പറയുക? ഡിസ്പോസൽ ഓഫ് നോൺ ബാങ്കിങ് അസറ്റ്. കാരണം നമ്മൾ ഈ ജപ്തിയിലൂടെ അല്ലെങ്കിൽ സെയിൽ ഓഫീസർ അദ്ദേഹത്തിന്റെ പ്രൊസീജിയറിലൂടെ സംഘത്തിന്റെ പേരിലേക്ക് കൊള്ളിക്കുന്ന വസ്തുക്കളുണ്ടല്ലോ. ഒരാൾ ലോൺ എടുക്കുന്നു, സ്ഥലം വീട് വെച്ച് ലോൺ എടുക്കുന്നു, കാശ് അടയ്ക്കുന്നതിന് കേസ് ഫയൽ ജപ്തി ചെയ്യുന്നു. എന്തുമായിക്കോട്ടെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സംഘത്തിന്റെ പേരിൽ കൊള്ളിക്കുന്നു. അങ്ങനെ സംഘത്തിന്റെ പേരിൽ കൊള്ളിക്കുന്ന വസ്തുക്കളെ അല്ലെങ്കിൽ അസറ്റിനെ നമുക്ക് ഒരിക്കലും ബാങ്കിങ് അസറ്റ് എന്ന് പറയാൻ പാടില്ല. ക്ലിയർ? അതിന് നമുക്ക് നോൺ ബാങ്കിങ് അസറ്റ് എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. ക്ലിയർ ആക്കുക. എങ്ങനെയാണ് നോൺ ബാങ്കിങ് അസറ്റ്? നമ്മുടെ സ്വന്തം അസറ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് നോൺ ബാങ്കിങ് അസറ്റ് ആണ്. നമ്മൾ അത് വിറ്റ് വസൂലാക്കിയിരിക്കണം, അല്ലെങ്കിൽ ലേലം ചെയ്തിരിക്കണം, ഓപ്ഷൻ ചെയ്തിരിക്കണം, എങ്ങനെയോ ആയിക്കോട്ടെ. ഇവര് പറയാണ് അത് the immoral property acquired by a society through a sale by the sale officer or through any legal proceeding for realization of loan amount shall be disposed of by the society within within 7 years from the acquisition with the prior sanction of the general body and registrar. പൊതുയോഗത്തിന്റെയും രജിസ്ട്രാറിന്റെയും മുൻകൂട്ടിയുള്ള അനുമതി പ്രകാരം 7 വർഷത്തിനകമായിട്ട് എന്ത് ചെയ്തിരിക്കണം? അത് വിറ്റ് വസൂലാക്കിയിരിക്കണം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. 7 വർഷമേ ഉള്ളൂ. 7 വർഷത്തിനകമായിട്ട് അത് സെറ്റ് ചെയ്തിരിക്കണം എന്നോർത്ത് വെച്ചേക്കുക. ഓക്കെ, ഇനി നമ്മുടെ സംഘത്തിന് വേണമെങ്കിൽ ഇങ്ങനെ നമ്മൾ അക്യൂർ ചെയ്ത ഇമ്മോൾ പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. ഓക്കെ, അത് വീണ്ടും അവർ ഒരു വ്യവസ്ഥയായിട്ട് പറയുന്നുണ്ട്, പ്രൊവൈഡഡ് ദാറ്റ്. എന്നിരുന്നാലും ഇഫ് ദ ഇമ്മോൾ പ്രോപ്പർട്ടി ഈസ് ടു ബി യൂട്ടിലൈസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് എ സൊസൈറ്റി, സംഘത്തിന്റെ ലക്ഷ്യം നേടുന്നതിനായിട്ട് സംഘം അക്യൂർ ചെയ്ത ഇമ്മോൾ പ്രോപ്പർട്ടി സംഘത്തിന് ഉപയോഗിക്കാം വ്യവസ്ഥയുണ്ട്. എങ്ങനെയായിരിക്കും ഉപയോഗിക്കുന്നത്? ചുമ്മാ നമ്മുടെ പേര് കൂട്ടി നമുക്കത് ഉപയോഗിച്ച് അങ്ങനെയല്ല. ഇറ്റ് ഷാൾ സീക്ക് ദ പ്രയർ അപ്രൂവൽ ഫ്രം ദ രജിസ്ട്രാർ. രജിസ്ട്രാറിന്റെ കയ്യിൽ നിന്ന് അപ്രൂവൽ മേടിക്കണം. രജിസ്ട്രാർ എങ്ങനെയായിരിക്കും അപ്രൂവൽ ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മുടെ സംഘത്തിന്റെ പൊതുയോഗത്തിൽ ആദ്യം ഒരു പ്രമേയം പാസ്സാക്കണം. ഇത് നമുക്ക് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ പൊതുയോഗത്തിൽ പ്രമേയം പാസ്സാക്കിയിട്ട് രജിസ്ട്രാറിന് മുൻപാകെ അപ്രൂവൽ അയക്കണം. അദ്ദേഹം അപ്രൂവ് ചെയ്യും. അങ്ങനെ അദ്ദേഹം അപ്രൂവ് ചെയ്ത ശേഷം വേണമെങ്കിൽ നമ്മുടെ ബാങ്കിങ് നമ്മുടെ ആക്ടിവിറ്റീസിന് വേണമെങ്കിൽ ഉപയോഗിക്കാമെന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നല്ല ക്വസ്റ്റ്യൻ ആണ്. ആപ്ലിക്കേഷൻ ഫോർ റിവ്യൂ by any party shall be made within dash from the date of communication of the order of the tribunal. എന്തിനെ കുറിച്ചാണ്? ആ റിവ്യൂവിനെ കുറിച്ചാണ് അല്ലെ. റിവ്യൂവിനെ കുറിച്ചാണ് പറയുക. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സെക്ഷൻ 81 ട്രിബ്യൂണൽ ഒരു എന്താണ്? ആ ട്രിബ്യൂണലിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഗവൺമെന്റ് ആണ്. ട്രിബ്യൂണൽ സിംഗിൾ മെമ്പർ ആയിരിക്കും. ജില്ലാ ജഡ്ജി യോഗ്യതയുള്ള വ്യക്തിയായിരിക്കണം. നിങ്ങൾ ജില്ലാ ജഡ്ജി തസ്തികയിൽ വർക്ക് ചെയ്തോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതോ ആയിട്ടുള്ള ആളായിരിക്കണം. നമുക്ക് പഠിച്ചു. സെക്ഷൻ 82 എന്ന് പറഞ്ഞ അപ്പീൽ ടു ട്രിബ്യൂണലാണ്. ട്രിബ്യൂണലിന്റെ മുൻപാകെ നമുക്ക് അപ്പീൽ സമർപ്പിക്കാം അല്ലെ. പ്രധാനമായിട്ടും സെക്ഷൻ 70 പ്രകാരമുള്ള അവാർഡ്, ഓർഡർ അല്ലെങ്കിൽ ഡിസിഷനെതിരെ ആയിരിക്കും നമ്മൾ ട്രിബ്യൂണലിന്റെ മുൻപാകെ എന്തിനു പോവുക? അപ്പീലും കൊണ്ട് പോവുക. 60 ദിവസത്തിനകമായിട്ട് നമ്മൾ അപ്പീലും കൊണ്ട് പോയിരിക്കണം. അപ്പീൽ ട്രിബ്യൂണലിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ അപ്പീൽ കിട്ടി 6 മാസത്തിനകമായിട്ട് ട്രിബ്യൂണൽ എന്ത് ചെയ്തിരിക്കണം? വിധി പ്രഖ്യാപിക്കണം അല്ലെ. ഉത്തരവ് പാസ്സാക്കിയിരിക്കണം. ഉത്തരവ് പാസ്സാക്കി 15 ദിവസത്തിനകമായിട്ട് ഇരു പാർട്ടികളിലേക്കും ഉത്തരവിന്റെ പകർപ്പ് അയച്ചു കൊടുത്തിരിക്കണം. പഠിച്ചിട്ടുണ്ട്. സെക്ഷൻ 83 എന്ന് പറഞ്ഞ അപ്പീൽ ടു അതർ അതോറിറ്റിയാണ്. ഗവൺമെന്റ് അല്ലെങ്കിൽ രജിസ്ട്രാർ മറ്റു കാര്യങ്ങൾ വരുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് അപ്പീൽ പോകാൻ പറ്റുന്നുണ്ട്. 84 എന്ന് പറയുന്ന
റിവിഷനാണ് അല്ലെ. റിവിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമുക്ക് എന്താണ് ഒരു അപ്പീല് പോകണം 60 ദിവസം കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ നമുക്ക് അപ്പീല് പോകണം. ഇനിയിപ്പോ ഒരു വിധി വന്ന് 60 ദിവസം കഴിഞ്ഞെങ്കിൽ നമുക്ക് അവിടെ അപ്പീൽ പോകാൻ പറ്റത്തില്ല. അവിടെ നമ്മൾ പോകുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ നമ്മൾ റിവിഷൻ ആയിരിക്കും പോവുക. റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നതിന് എന്താണ് സമയപരിധി പറയുന്നില്ല. റിവിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രിബ്യൂണൽ ഓൾറെഡി ഒന്ന് വെരിഫൈ ചെയ്യും, എല്ലാ കാര്യങ്ങളും ഓക്കെ അല്ലെ, നിലവിലെ വിധിയിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നതാണ് അല്ലെ. എന്താണ് ലീഗാലിറ്റി പരിശോധിക്കുക എന്ന് പറഞ്ഞു, നിയമപരമായിട്ടുള്ള അതിൻ്റെ അകത്ത് കാര്യങ്ങളൊക്കെ പരിശോധിക്കും. നിലവിലെ വിധിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യും, ആവശ്യമായിട്ടുള്ള അമെന്റ്മെന്റ്സുകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ആ വിധിയിൽ കൊണ്ടുവരും. ഇനിയും പഠിക്കാൻ പോകുന്നതാണ് റിവ്യൂ, പുനഃപരിശോധന. അതായത് ട്രിബ്യൂണൽ തന്നെ ഇഷ്യൂ ചെയ്ത ഉത്തരവ് അത് പുനഃപരിശോധിക്കാനുള്ള ഹർജി നമ്മൾ ഫയൽ ചെയ്യാറെന്ന് അറിയത്തില്ലേ. പുനഃപരിശോധന ഹർജി കോടതി ഒക്കെ നമ്മൾ പഠിക്കാറില്ല ടേമുകൾ. അതായത് ട്രിബ്യൂണൽ തന്നെ ഉത്തരവ് അതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ഉത്തരവ് ഒന്നും കൂടെ പുനഃപരിശോധിക്കണമെന്നും പറഞ്ഞ് നമ്മൾ നൽകുന്ന അപേക്ഷയാണ് റിവ്യൂ പെറ്റീഷൻ. ഇപ്പൊ ചുമ്മാ അങ്ങോട്ട് ഓടിച്ചെന്ന റിവ്യൂ പെറ്റീഷൻ സ്വീകരിക്കില്ല. റിവ്യൂ പെറ്റീഷൻ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേസിന്റെ അതായത് ഇത്രയും നടപടിക്രമങ്ങളിൽ ഇത്രയും സ്റ്റേജസിൽ നമ്മൾ ഹാജരാക്കാത്ത പുതിയ ഒരു തെളിവ് അവിടെ ഹാജരാക്കണം അല്ലെ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പുതിയതായിട്ടുള്ള ഒരു തെളിവ് അവിടെ ഹാജരാക്കിയെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ, അവിടെ റിവ്യൂ പെറ്റീഷൻ ട്രിബ്യൂണൽ സ്വീകരിക്കുകയുള്ളൂ എന്ന് ഓർത്ത് വെച്ചേക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് ഒന്ന് മനസ്സിലാക്കുക. അപ്പം ഞാൻ പറഞ്ഞു റിവിഷൻ പെറ്റീഷന് സമയപരിധി ഇല്ല, എന്നാൽ റിവ്യൂ പെറ്റീഷൻ എന്തുണ്ട്, സമയപരിധി ഉണ്ട് കേട്ടോ. 90 ദിവസമായിട്ട് നമ്മൾ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കണം. എത്ര ദിവസമായിട്ടാണ്? 90 days. 90 ദിവസമുള്ളതായിട്ട് റിവ്യൂ പെറ്റീഷൻ നമ്മൾ ഫയൽ ചെയ്തിരിക്കണം. പിന്നെ എന്താണ് 86 ഇന്റർലൊക്യൂട്ടറി ഓർഡർ അല്ലെങ്കിൽ ഇടക്കാല ഉത്തരവുകളെ കുറിച്ച് പറയും. 87 പവർ ഓഫ് ഗവൺമെന്റ് ആൻഡ് രജിസ്ട്രാർ ഫോർ റിവിഷനും പറയും. ഇത്രയാണ് നമുക്ക് ആ ഒരു ചാപ്റ്ററിന്റെ വകുപ്പുകളിൽ പറയാനുള്ളത് കേട്ടോ. പിന്നെ 95 അതിന്റെ ഹെഡ്ക്വാർട്ടറിനെ കുറിച്ച് ട്രിബ്യൂണൽ ഹെഡ്ക്വാർട്ടറിനെ കുറിച്ചൊക്കെയാണ് പറയുക. പിന്നെ അവിടെ കുറച്ച് മറ്റു കാര്യങ്ങൾ നമ്മൾ ചാപ്റ്ററിൽ ക്ലാസ് എടുത്തിട്ടുണ്ട്, നിങ്ങൾ കണ്ട് മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്. താഴെ പറഞ്ഞിരിക്കുന്നത് റോങ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്റ്റേറ്റ്മെന്റുകളിലേക്ക് നോക്കുക, ആൻസറിലേക്ക്, അതായത് ആൻസർ കീ നോക്കരുത്. ഓക്കെ, ഓപ്ഷൻസ് ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെന്റുകൾ നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ദ എമൗണ്ട് ഡിഡക്റ്റഡ് ഫ്രം ദ സാലറി ഓഫ് ആൻ എംപ്ലോയി ഷാൾ ബി പെയ്ഡ് ടു ദ സൊസൈറ്റി വിതിൻ 14 days ഓഫ് ഡിഡക്ഷൻ. അതായത് ഒരു മെമ്പർ അദ്ദേഹത്തിന്റെ ശമ്പള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സാലറി സർട്ടിഫിക്കറ്റ് ഈടായി നൽകിക്കൊണ്ട് ലോൺ എടുക്കുന്നു. സാലറി സർട്ടിഫിക്കറ്റ് ഈടായി നൽകിക്കൊണ്ട് ലോൺ എടുക്കുന്നു. അങ്ങനെ ഈടായി നൽകിക്കൊണ്ട് ലോൺ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പൈസ അടയ്ക്കുന്നില്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ആ സാലറി SDO എന്ന് പറയും, സാലറി ഡിസ്പേഴ്സിംഗ് ഓഫീസറെ നമ്മൾ അറിയിക്കും. സാറേ ഇതേപോലെ നിങ്ങളുടെ സ്റ്റാഫ് മാസം കുടിശ്ശികയാണെന്നൊക്കെ നമ്മൾ അതിന്റെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ സാലറി ഡിഡക്ട് ചെയ്ത് എത്ര ദിവസത്തിനകമായിട്ട് സംഘത്തിലേക്ക് അടയ്ക്കണമെന്ന് ചോദിച്ചാൽ 7 ദിവസത്തിനകമായിട്ട് കേട്ടോ. സാലറി ഡിഡക്ട് ചെയ്ത് 7 daysനുള്ളിലായിട്ട് സംഘത്തിലേക്ക് അറിയിക്കണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ദ എമൗണ്ട് ഡിഡക്റ്റഡ് ഫ്രം ദ സാലറി ഓഫ് ആൻ എംപ്ലോയി ഷാൾ ബി പെയ്ഡ് ടു സൊസൈറ്റി വിതിൻ 14 days ഓഫ് ഡിഡക്ഷൻ അല്ല 7 ദിവസം. ദാറ്റ് മീൻസ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. രണ്ടാമത്തെ, ഷെയർ മണി കളക്ടഡ് ബൈ ചീഫ് പ്രൊമോട്ടർ ഷാൾ ബി റെമിറ്റഡ് ഇൻ ഫിനാൻസിംഗ് ബാങ്ക് അല്ലെ. എത്ര നാളുകൾക്കായിട്ട് ചെയ്യണം? അത് തെറ്റാണ് ഇത്. കാരണം അവിടെ 14 ദിവസമായിട്ട് എന്ത് ചെയ്താൽ മതി, ഫിനാൻസിംഗ് ബാങ്കിലേക്ക് അടച്ചാൽ മതി. ഓക്കെ, അടുത്ത വോട്ടേഴ്സ് ഷുഡ് ബി സബ്മിറ്റഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് ടു ദ ഇലക്ടറൽ ഓഫീസർ വിതിൻ 30 days ഓഫ് ഇലക്ഷൻ അല്ല. എത്രയാണ്? 35 days ഓഫ് ഇലക്ഷൻ ആണ്. ഓക്കെ, അടുത്തത് നാലാമതായത് മെമ്പർ റിലീഫ് ഫണ്ട് ഷാൾ ബി പെയ്ഡ് വിതിൻ 3 months ഫ്രം ദ ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട്. അത് 3 മാസമല്ല 2 മാസമാണ്. പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇവിടെ നോക്കിയേ, ഇതെല്ലാം തെറ്റാണ്. ഓൾ സ്റ്റേറ്റ്മെന്റ് ആർ റോങ്സ് എന്നാ. സോ എല്ലാ സ്റ്റേറ്റ്മെന്റിലും തെറ്റാണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. എല്ലാ സ്റ്റേറ്റ്മെന്റിലും തെറ്റാണ്. ഓക്കെ, ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരട്ടെ. നമ്മൾ പഠിച്ചിട്ട് പോകുന്ന കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് വളരെ നല്ലതാണ്. ശരിയല്ലേടൂ അല്ലെ? നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരേണ്ടത്, അല്ലാതെ സിമ്പിൾ ക്വസ്റ്റ്യൻ വരേണ്ട കാര്യമില്ല. ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ വരണം. നമ്മളത് എഴുതും, മാർക്ക് മേടിക്കും, നമ്മൾ ആദ്യം അപ്പോയിന്റ് ഉണ്ടാവും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമ്മുടെ ലാസ്റ്റ്, ദ ലിക്വിഡേറ്റർ ഷാൾ കംപ്ലീറ്റ് ദ വൈൻഡിങ് അപ്പ് പ്രൊസീഡിംഗ്സ് വിതിൻ എ പീരീഡ് ഓഫ്. അപ്പൊ ലിക്വിഡേറ്റർ എത്ര നാളുകൊണ്ട് വൈൻഡിങ് അപ്പ് പ്രക്രിയകൾ കംപ്ലീറ്റ് ചെയ്യണം? ഓപ്ഷൻ എന്താണ്? ബി ആണ് ആൻസർ വരിക. 2 വർഷമാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, നമ്മൾ സെക്ഷൻ 71 പ്രകാരമാണ് സംഘത്തിന്റെ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്. സംഘത്തിന്റെ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് സെക്ഷൻ 71 പ്രകാരമാണെന്ന് ഓർത്തു. സെക്ഷൻ 71 പ്രകാരം സംഘത്തിന്റെ വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നു. ആരാണ് വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുക എന്ന് വെച്ചാൽ രജിസ്ട്രാർ ആണ് വൈൻഡിങ് അപ്പ് ഓർഡർ ഇഷ്യൂ ചെയ്യുക. അതിനുശേഷം സെക്ഷൻ 72 പ്രകാരം ലിക്വിഡേറ്ററിനെ അപ്പോയിന്റ് ചെയ്യും ഈ പ്രക്രിയ ചെയ്യാൻ. വൈൻഡിങ് അപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, സംഘത്തിന്റെ മലയാളത്തിൽ പറയണം സമാപ്തീകരണം എന്ന് പറയും.
സംഘത്തിന്റെ സമാപ്തീകരണം നടത്താനായിട്ട്. അപ്പം 73 സെക്ഷൻ 73 എന്തിനെ കുറിച്ച് പറയുന്നതെന്ന് ചോദിച്ചാൽ പവേഴ്സ് ഓഫ് ലിക്വിഡേറ്റർ ആണ് അല്ലെ. പവേഴ്സ് ഓഫ് ലിക്വിഡേറ്ററിന്റെ അധികാര പരിധികളെ കുറിച്ച് പറയുന്ന സെക്ഷൻ 73 എന്ന് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, സെക്ഷൻ 73 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പം അവിടെ പറയുന്നുണ്ട് അദ്ദേഹം എത്ര നാൾ കൊണ്ട് ഈ വൈൻഡിങ് പ്രൊസീഡിങ്സിൽ കംപ്ലീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്ത് 2 വർഷത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം. പണ്ട് 3 വർഷമായിരുന്നു, അതുകൊണ്ട് മാറിപ്പോവരുതേ. ഇപ്പൊ പറഞ്ഞത് 2 വർഷത്തിനകത്ത് കംപ്ലീറ്റ് ചെയ്യണം എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത്. അപ്പൊ എല്ലാവരും നന്നായിട്ട് വീഡിയോസ് ഒക്കെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഞാൻ വീണ്ടും പറയുന്നു, നന്നായിട്ട് പഠിക്കുക, മാക്സിമം നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ചെയ്യുക. PYQs നമ്മൾ പഠിപ്പിച്ചില്ല, ഞാൻ പറഞ്ഞ ഒരു PYQ കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഫാക്ട്സും കൂടെ നമ്മൾ നന്നായിട്ട് പഠിച്ച് മുൻപോട്ട് പോകുക. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്.